Opening hours with MyFin. ഗുഡ് മോർണിംഗ്. ഓപ്പണിംഗ് ആർട്സ് വിത്ത് മൈഫിൻ്റെ ഒരു പുതിയ സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. കൂടെയുള്ളത് ഞങ്ങളുടെ റിസർച്ച് ഹെഡ് സൂരജ് സാറാണ്. ഗുഡ് മോർണിംഗ് സൂരജ് സർ. ഹാപ്പി മോർണിംഗ് ജാസ്മിൻ. സാർ, ഏതായാലും ഒരു പുതിയ ആഴ്ചയിലേക്ക് നമ്മൾ കിടക്കുന്നു. വളരെ ഇവൻറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു വീക്കാണ്. തീർച്ചയായിട്ടും ക്വാർട്ടർലി നമ്പേഴ്സ് തന്നെ മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വളരെയധികം സാധ്യതയുള്ള ഒരു ആഴ്ചയിലേക്ക് കിടക്കുന്നു. പ്രത്യേകിച്ച് IT കമ്പനീസിൻ്റെ ക്വാർട്ടർലി റിസൾട്ടുകളാണ് അതിലാദ്യം തന്നെ എത്തുന്നത്. അതിനപ്പുറത്തേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫ്ലേഷൻ കണക്കുകൾ വരാനിരിക്കുന്നു. സോ വളരെയധികം ഡാറ്റകളും അതോടൊപ്പം തന്നെ നമ്പേഴ്സും ഒക്കെ തന്നെ സ്വാധീനിക്കുന്ന ഒരു വാരത്തിലേക്ക് കടക്കുന്നു. മാർക്കറ്റിൻ്റെ ആദ്യ മിനിറ്റുകളിലെ പെർഫോമൻസിലേക്ക് വരുന്ന സമയത്ത് ഓൾമോസ്റ്റ് 0.5% ഇടിവ് നമുക്ക് ഇന്നും കാണാൻ സാധിക്കുന്നുണ്ട്. 25,500 എന്നുള്ളൊരു നിലവാരത്തിലേക്ക് നിഫ്റ്റി 50 എത്തുകയാണ്. ഫസ്റ്റത്തെ ഒരു മിനിറ്റിൽ തന്നെ എല്ലാ സെക്ടേഴ്സും ചുവപ്പണിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. കൂടുതലും ഒരു ഇടിവിലേക്ക് പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. സുരജ് സർ, നമ്മൾ ഇതിനപ്പുറത്തേക്ക് തീർച്ചയായിട്ടും ഹാൻഡ് ഓവേഴ്സ് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഫെഡറൽ റിസർവിൻ്റെ ചെയർമാന് ഒരു ക്രിമിനൽ കേസ്, ഒരു ഇൻവെസ്റ്റിഗേഷൻ വരികയാണ്. അത്തരത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു. പവലിനും സ്വസ്ഥതയില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. എനിക്ക് തോന്നുന്നു ഇതിനപ്പുറത്തേക്ക് കൂടുതൽ ഒരു പാനിക് സെല്ലിങ് മാർക്കറ്റിൽ വരാൻ, എസ്പെഷ്യലി ഗ്ലോബൽ മാർക്കറ്റിൽ വരാനുള്ള ഒരു സാധ്യതകളൊക്കെ തന്നെയുണ്ട്. ഈ മാർക്കറ്റിൻ്റെ തുടർച്ചയായിട്ടുള്ള വീഴ്ചയിൽ നമ്മുടെ പല പ്രോഗ്രാംസിൻ്റെ താഴെയും കമൻസ് വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു വീഴ്ച ഇനിയും തുടരുമോ, സെൽ ഓഫ് ഇനിയും പാനിക് സെല്ലിംഗ് ഉണ്ടാകുമോ എന്നൊക്കെ. നിലവിലത്തെ ഈ മാർക്കറ്റ് കണ്ടീഷനെ സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ജാസ്മിൻ, മാർക്കറ്റിൽ ഒരു നെഗറ്റീവ് ബയസ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതായത് വലിയൊരു നെഗറ്റിവിറ്റി മാർക്കറ്റിനെ സറൗണ്ട് ചെയ്യുന്നുണ്ട്. മാർക്കറ്റ് കഴിഞ്ഞ ആഴ്ച വീണതും ഇന്ന് രാവിലെ വീണതും, അതായത് ഇന്ന് ഒരു കൺസോൾട്ടേഷൻ ഫേസിലേക്ക് മാർക്കറ്റിൽ നിന്ന് കയറാൻ ചാൻസ് ഉണ്ട് എന്നാണ് സാധാരണ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നത്. എന്നിട്ടും മാർക്കറ്റിൽ നിന്ന് ഭേദപ്പെട്ട രീതിയിൽ, അതായത് ഏതാണ്ട് 140 പോയിന്റ്സോളം നിഫ്റ്റി താഴെ വീഴുക എന്ന് പറയുന്നത് കുറച്ച് വറീസം ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ജാസ്മിൻ. കാര്യത്തിനകത്ത് ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിസംബറിൽ ഉണ്ടായിരുന്ന അതേ റിസ്കുകൾ തന്നെയാണ് മാർക്കറ്റിൽ ഇപ്പോഴും ഉള്ളത്. മാർക്കറ്റിൽ പുതിയതായിട്ട് ഒരു കാര്യങ്ങളും ഇല്ല എന്നുള്ള വേണമെങ്കിൽ നമുക്ക് അവകാശപ്പെടാവുന്നത് ഒരു ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്. ആ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ എന്താണ്? ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇറാൻ എന്ന് പറയുന്ന ഒരു ഫ്ലാഷ് പോയിന്റ്, അല്ലെങ്കിൽ ഗ്രീൻലൻഡ് എന്ന് പറയുന്ന ഒരു ഫ്ലാഷ് പോയിന്റ്. ബട്ട് ഈവൻ ദെൻ ഇന്ത്യൻ മാർക്കറ്റിൽ ഇതൊക്കെ അഫക്റ്റ് ചെയ്യും എന്ന് നമ്മൾ പറയുമ്പോഴത്തോഴും വാൾ സ്ട്രീറ്റിൽ നമ്മൾ ഇതൊന്നും കാണുന്നില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ US ആണ് ഗ്രീൻലൻഡ് ആയിട്ടും US ആണ് ഇറാനുമായിട്ടുള്ള പ്രോബ്ലം ഉള്ളത്. എന്നാൽ വാൾ സ്ട്രീറ്റ് കണ്ടിന്യൂസ് ടു സ്കെയിൽ ന്യൂ ഹൈ. ഞാനിപ്പോൾ ഫ്രൈഡേത്തെ നോക്കുകയാണെങ്കിൽ S&P 500 ഹാൻഡ് ഓവർ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ S&P 500 വാസ് 0.65% അപ്പ്, നാസ്ഡാക്ക് 0.81% അപ്പ്, ഡൗ ജോൺസ് 0.48% അപ്പ്. എന്നാൽ അതർ ഗ്ലോബൽ ക്യൂസ് നോക്കുമ്പോൾ ഈ ഗ്രീൻലൻഡ് ഇഷ്യൂവും ഇറാൻ്റെ ഇഷ്യൂവും ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കാര്യം വെച്ചാൽ പ്രഷ്യസ് മെറ്റൽ കണ്ടിന്യൂസ് ടു സ്കെയിൽ ന്യൂ ഹൈ. ഇപ്പോൾ നമ്മൾ സിൽവർ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 5.5% അപ്പായിരുന്നു, ടേക്കിംഗ് ഇറ്റ് ടു $84 പെർ ഔൺസ് എന്നുള്ള രീതിയിൽ. ഗോൾഡ് നോക്കുകയാണെങ്കിലോ വീണ്ടും 2% അപ്പായിരുന്നു. എനിക്ക് തോന്നുന്നു $4,600 പെർ ഔൺസ് എന്നുള്ള രീതിയിലേക്ക്, അതായത് ഒരു ഓൾ ടൈം ഹൈയിലേക്ക് ഗോൾഡും കയറിയിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പ്രഷ്യസ് മെറ്റൽസ് സൂചിപ്പിക്കുന്നത് എന്താണ്? തീർച്ചയായിട്ടും ഒരു ഗ്ലോബൽ ടെൻഷൻസ് ഗ്ലോബൽ മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ള. ഇപ്പം നമ്മൾ ഓയിൽ പ്രൈസ് നോക്കുകയാണെങ്കിലും ഇറ്റ് വാസ് അപ്പ് ബൈ അറൌണ്ട് 1.7% to 2% എന്നുള്ള, അതായത് ഏതാണ്ട് $63 അല്ലെങ്കിൽ $64 പെർ ബാരൽ എന്നുള്ള രീതിയിൽ ട്രേഡ് ചെയ്തു. അപ്പോൾ ഗ്ലോബലി ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് വരുമ്പോഴാണ്, ആ പ്രഷർ വരുമ്പോഴാണ് സാധാരണ ഈ പ്രഷ്യസ് മെറ്റൽസിനെയും ഓയിൽ മാർക്കറ്റിനെയും സാധാരണ അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാലോ, ഈ പറയുന്ന പോലെ ഇപ്പോൾ ഇറാൻ ഇപ്പോൾ US ത്രട്ടൺ ചെയ്തിരിക്കുകയാണ്. സൈബറായിട്ടും എക്കണോമിക്കായിട്ടുള്ള സാങ്ഷൻസ് ഞങ്ങൾ ഇറാനിൽ മേൽ ചുമത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ള ഒരു ഇൻറ്റൻഷൻ കൂടെ US പറഞ്ഞു. എന്നാൽ ഇറാൻ പറയുന്നത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ റിറ്റാലിയേറ്റ് ചെയ്യാൻ മടിക്കില്ല US-നും ഇസ്രായേലിനും എഗെയിൻസ്റ്റ്. അപ്പോൾ ആ ഫ്ലാഷ് പോയിന്റ് അവിടെ ഉണ്ടെന്നുള്ളതിന് നമുക്ക് സൂചിപ്പിക്കുന്നത് ഈ പ്രഷ്യസ് മെറ്റൽസിലെ മൂവും ഓയിലിൻ്റെ മൂവാണ്. ബട്ട് നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന കാര്യം US മാർക്കറ്റ് കണ്ടിന്യൂസ് ടു സ്കെയിൽ ന്യൂ ഹൈ എന്നാണ്. അപ്പോൾ ആരോ നമ്മുടെ പ്രേക്ഷകൻ പറഞ്ഞ പോലെ വെനിസ്വേലൻ പ്രസിഡന്റിനെ പിടിച്ചിട്ട് പോലും വെനിസ്വേലൻ മാർക്കറ്റ് അപ്പാണ്, എന്നിട്ടും എന്തുകൊണ്ട് നമ്മുടെ മാർക്കറ്റ് ഡൗൺ ആവണു എന്നുള്ളൊരു ചോദ്യമാണ് തീർച്ചയായിട്ടും വളരെ റെലവൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പം ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഓഫ് കോഴ്സ് ഈ പറയുന്ന പോലെ ഈ ഈ ട്രേഡ് ഡീലിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ്, കാര്യം ട്രേഡ് ഡീൽ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ എക്കണോമിയെ വേണ്ട രീതിയിൽ ബാധിച്ചില്ലെങ്കിൽ പോലും ഒരു സെൻറ്റിമെൻറ്റ്, ഒരു ഇമോഷൻ ഇന്ത്യൻ മാർക്കറ്റിനെ ബാധിച്ചിട്ടുണ്ട്. ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നും FIIസും FPIസും നല്ല ഭേദപ്പെട്ട എമൗണ്ട് സെല്ല് ചെയ്ത് 2 കൊല്ലമായിട്ട് കൊണ്ടുപോകുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. അതിൻ്റെ മെയിൻ റീസൺ എന്താ? ഒന്നാമത്തെ റീസൺ ഇന്ത്യൻ മാർക്കറ്റ് ഓവർ വാല്യൂഡ് ആയിരുന്നു എന്നുള്ള കാരണം. 2, ഇതിനേക്കാളിലും ബെറ്റർ ഓപ്പർച്യൂണിറ്റി
US ബേസ്ഡ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടെക്നോളജി സെമി കണ്ടക്ടർ ചിപ്പ് സ്റ്റോക്സ് ഓഫർ ചെയ്തിരുന്നു. അപ്പോൾ ഒരു ഗ്ലോബൽ മണിയെ സംബന്ധിച്ച് ഒരു റിട്ടേൺ പ്രൊഫൈൽ ബെറ്റർ ആയിട്ടുള്ള മാർക്കറ്റിലേക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് പൈസ പോയി എന്നുള്ളത് തീർച്ചയായിട്ടും ബേസിക് ആയിട്ടുള്ളൊരു പ്രൈമറി റീസൺ. രണ്ടാമത്തെ റീസൺ ട്രേഡ് ഡീല് ഈ FII FPI സെല്ലിങ്ങിനെ ബാധിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ ചെറിയ ഒരു ബയസ് ഉണ്ടായിട്ടുണ്ട്. കാര്യം എന്നറിയോ, ഇപ്പോൾ FIS ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ട്രംപ് അല്ല പ്രസിഡന്റ്, ബൈഡൻ ആയിരുന്നു പ്രസിഡന്റ്, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിരുന്നു പ്രസിഡന്റ് എന്ന് വിചാരിക്കുക, അത് ഡെമോക്രാറ്റോ റിപ്പബ്ലിക്കോ ആയിക്കോട്ടെ. അവരാണ് ഇന്ത്യക്ക് മേൽ സാങ്ഷൻ വച്ചിരുന്നെങ്കിൽ പോലും FISന് ഇത്രയും ഒരു നെഗറ്റീവ് ബയസ് ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഓഫ് കോഴ്സ് വാല്യുവേഷന്റെ കാരണങ്ങളാൽ സെല്ല് ചെയ്ത് പോകുന്നത് തീർച്ചയായിട്ടും നടക്കും, പക്ഷെ സെന്റിമെന്റിന്റെ കാര്യത്തിൽ ഒരു സെല്ലിംഗ് നടക്കാൻ ചാൻസ് ഇല്ല. ബട്ട് ഇവിടെ FIS FPIs ഇപ്പം നമുക്ക് പരിചയമുള്ള ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബ്രോക്കറേജിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരടുത്ത് സംസാരിക്കുമെന്ന് വെച്ചാൽ ഈ ട്രംപ് പ്രസിഡന്റ് ആയത് കാരണം ഈ 50% ടാരിഫ് വച്ചിട്ട് പോലും ഈ ട്രംപിൻ്റെ സ്വഭാവം നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അദ്ദേഹം ഇനി വേറെ എന്തെങ്കിലും കാര്യങ്ങൾ വരുമോ? കാര്യം ഇപ്പോൾ മിഡ് ടേം ഇലക്ഷൻസ് നവംബറിൽ ഈ കൊല്ലം 2026 ട്രംപിന് നടക്കുകയാണ്. ഇപ്പോൾ ട്രംപ് ഇപ്പം തന്നെ പറഞ്ഞു ഏതാണ്ട് ക്രെഡിറ്റ് കാർഡ് കമ്പനികൾ സാധാരണ ഒരു കൊല്ലത്തെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 20% to 30% ആയിരുന്നു. നമ്മുടെ ഇവിടെ 40% വരെ ആണെന്ന് പറഞ്ഞാൽ, അതായത് ക്രെഡിറ്റ് കാർഡ് ഭയങ്കര ഇൻട്രസ്റ്റ് റേറ്റിലാണ് ലെൻഡ് ചെയ്യുന്നത്. അതിപ്പോൾ 10% വരുന്ന ഒരു എന്താ പറയുക, ആ ഒരു ബ്രാക്കറ്റിൽ മാത്രമേ ചെയ്യാവൂ. 10% മുകളിൽ ചാർജ് ചെയ്യാൻ പാടില്ല എന്നുള്ള റൂൾ കൊണ്ടുവന്നു എന്നാണ്. അപ്പോൾ അദ്ദേഹം ഒരു പോപ്പുലർ ആയിട്ടുള്ള മെഷേഴ്സിൽ, അതായത് അമേരിക്കൻ കമ്മ്യൂണിറ്റിയെ പ്ലീസ് ചെയ്യാവുന്ന മെഷേഴ്സിലേക്ക് പോകുമ്പോൾ എന്ത് ഡിസിഷൻ വേണമെങ്കിലും അദ്ദേഹത്തിൻ്റെ ടേബിളിൽ വരാം. അപ്പോൾ FISും FPIസും പേടിക്കുന്നത് ട്രംപ് എന്ന് പറയുന്ന പ്രസിഡന്റിനെയാണ്, അല്ലാണ്ട് സാങ്ഷൻസിനെ അല്ല, അല്ലെങ്കിൽ നമുക്ക് മേൽ വച്ചിരിക്കുന്ന ടാരിഫിനെ അല്ല, ടാരിഫിൻ്റെ ഫിഗറും അല്ല. ഇന്ത്യൻ മാർക്കറ്റിൽ വാല്യൂഷൻ കൺസേൺസിൽ പോകാനുള്ള പൈസ ഒരു രീതിയിലും പിടിച്ചു വയ്ക്കാൻ പറ്റില്ല, അത് നമുക്ക് പോകും. എന്നാൽ സെൻറ്റിമെൻറ്റ് ബേസ്ഡ് പൈസ പോകാനായിട്ടുള്ള കാര്യം അത് ടാരിഫ് അല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ട്രംപ് ഏത് എക്സ്റ്റെൻറ്റ് വരെയും ഇന്ത്യ മാത്രമല്ല ഏത് രാജ്യത്തും പോകുന്നുള്ള അൺസർട്ടനിറ്റി ഉള്ളതുകൊണ്ട് വാല്യുവേഷനും കൂടെ നമുക്ക് ഫേവറബിൾ അല്ലാത്തപ്പോൾ FIS പൈസ തിരിച്ചു കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. അപ്പോൾ ആ ഒരു നെഗറ്റീവ് ബൈസ് ഇന്ന് തിങ്കളാഴ്ചയും തുടങ്ങുന്നു. ജാസ്മിൻ പറഞ്ഞ പോലെ ബ്രാൻഡ് ന്യൂ വീക്ക്, ബ്രാൻഡ് ന്യൂ ഡേ, ബട്ട് വി ആർ സ്റ്റാർട്ടിങ് ഇൻ ദ റെഡ് എന്നുള്ളതാണ് അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ പറയേണ്ടത്. ഇപ്പം നമ്മൾ ഇന്നലത്തെ, അതായത് നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ചത്തെ ഡീറ്റെയിൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 4 മാസത്തെ ഏറ്റവും വലിയ ഫോളാണ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് നടന്നത്. അതായത് BSE ലിസ്റ്റഡ് കമ്പനീസ് വൈപ്ഡ് ഓഫ് 15 lakh crore ഓഫ് മാർക്കറ്റ് ക്യാപ്പ്. അതായത് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് ഒരു റിലയൻസിന്റെ സൈസ് അങ്ങ് പോയി എന്നാണ്. അതായത് റിലയൻസ് എന്ന് പറയാൻ പറ്റില്ല, റിലയൻസ് എന്ന് പറഞ്ഞാൽ 10, 18, 19 ലക്ഷം കോടിയുണ്ട്. ഒരു HDFC ബാങ്ക് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് പോയി 15 ലക്ഷം കോടി മാർക്കറ്റ് ക്യാപ്പാണ് ഈ പറയുന്ന പോലെ HDFC ബാങ്കിൻ്റെ. ആ സൈസിനുള്ള വാല്യൂ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് ഇറോഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് നോക്കുമ്പോൾ, കഴിഞ്ഞ ആഴ്ച നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. അപ്പോൾ നിഫ്റ്റി ഏതാണ്ട് 2.5% ഡൗൺ ആവുകയും മറ്റുള്ള ഇൻഡിസസ്, അത് സെക്ടറൽ ഇൻഡിസസ് ആവാം, അല്ലെങ്കിൽ മിഡ് ക്യാപ്പ് ഇൻഡിസസ് ആവാം, അല്ലെങ്കിൽ സ്മോൾ ക്യാപ്പ് ഇൻഡിസസ് ആവാം, ഏതാണ്ട് ചിലത് 6% വരെ, 4%, 6% വരെ ഡൗൺ ആയിരുന്നു. അപ്പം കഴിഞ്ഞ ആഴ്ചത്തെ വീഴ്ച നമ്മൾ വിചാരിക്കും പോലെയല്ല, ഇറ്റ് ഈസ് മച്ച് മോർ ഡീപ്പർ ദാൻ വി സീ. നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നതിനേക്കാളും ഇമ്പാക്റ്റ് കൂടുതലാണ് എന്നുള്ള. അപ്പം ഞാൻ വീണ്ടും പറഞ്ഞ പോലെ ഫണ്ടമെന്റലി ഒരു കാര്യങ്ങളും കഴിഞ്ഞ ആഴ്ച ചേഞ്ച് ചെയ്തിട്ടില്ല, ഒരു എൻവയറൺമെന്റ് ചേഞ്ചില്ല. ഇന്ത്യൻ മാർക്കറ്റിൽ നോൺ റിസ്കുകൾ അവിടെ തന്നെയുണ്ട്. ഈ റിസ്കുകളാണ് നമ്മൾ 5-6 മാസമായിട്ട് ഈ ടാരിഫിന് ശേഷം നമ്മൾ ഫേസ് ചെയ്യുന്നത്. അതിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ ഭേദപ്പെട്ട ഇംപ്രൂവ്മെന്റ് ആണ് വന്നിരിക്കുന്നത്, താഴോട്ട് പോയിട്ടില്ല. എന്നാലും എന്തോ ഒരു കാര്യം മാർക്കറ്റ് പേടിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ജിയോ പൊളിറ്റിക്കൽ ആണോ എന്നറിയില്ല, അല്ലെങ്കിൽ ട്രംപിൻ്റെ ഈ 500% ടാരിഫ് ആണോ എന്നറിയില്ല, അല്ലെങ്കിൽ നമ്മളിനി കേൾക്കാത്തതും മനസ്സിലാക്കാത്തതുമായിട്ടുള്ള വേറെ എന്തെങ്കിലും കാര്യം മാർക്കറ്റിന് അറിയോ എന്നുള്ള രീതിയിലും അറിയില്ല. അപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ ഇന്നത്തെ ഫോളും കൂടെ കഴിഞ്ഞ് ഇന്ന് റിക്കവറി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, കാര്യം ഇപ്പോൾ ഈ ആഴ്ച വരെ ഈ ടെക്നിക്കൽ സെറ്റപ്സ് ഫേവറബിൾ അല്ല, നെഗറ്റീവ് ആണെങ്കിൽ പോലും വിശ്വാസ്യത നഷ്ടപ്പെട്ടിട്ടില്ല. ഇന്നത്തെ ഫോളും കൂടി ഭേദപ്പെട്ട് ഒരു 150, 175, 200 പോയിന്റ്സ് നിഫ്റ്റിയിലേക്ക് വീഴുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ടെക്നിക്കൽ അനലിസ്റ്റുകൾ കൺഫ്യൂസ്ഡ് ആവും. ഇവിടെ മുതൽ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിനെ ചിലപ്പോൾ ഒന്ന് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ബട്ട് ഈവൻ ദെൻ നമ്മുടെ തന്നെ പ്രേക്ഷകൻ നമ്മുടെ ഒരു യൂട്യൂബ് വീഡിയോയിൽ, ഈ ഓപ്പണിംഗ് ഹൗസിൻ്റെ യൂട്യൂബ് വീഡിയോയിൽ അതിൻ്റെ താഴെ കമൻറ്റ് ചെയ്തിരുന്നത് ഡോമിനൻറ്റ് ഡിഫൻഡേഴ്സ് എന്നാണ് ആ ഹാൻഡിലിൻ്റെ പേര്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, ലാസ്റ്റ് ലെഗ് ഓഫ് ഷേക്ക് ഔട്ട്, ഒരു പരിധി, അതായത് ലാസ്റ്റ് ഒരു കുടയിലുണ്ടല്ലോ,
ആ കൊടയിലാണ് നടക്കുന്നതെന്ന് തോന്നുന്നു എന്ന് അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. മിക്കവാറും അതാവാനല്ല, ഹി മൈറ്റ് ബി റൈറ്റ് എന്നുള്ളത്, അത് വളരെ വാലിഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഞാൻ കടച്ചു. ഒരുപാട് പേര് കുറേ കാര്യങ്ങൾ, അഭിപ്രായം, ഇൻസൈറ്റ്സ് ഒക്കെ തരണം, നല്ല ഞാൻ പക്ഷേ ആ വാക്ക് ഉപയോഗിച്ചാലാണ്, ആ ലാസ്റ്റ് ലെഗ് ഓഫ് ഷേക്ക് ഔട്ട്, അത് സാധാരണ നമ്മൾ മാർക്കറ്റിൽ യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ്. ഈ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിലും അല്ലെങ്കിൽ നമ്മൾ മാർക്കറ്റ് കമൻട്രിയിൽ യൂസ് ചെയ്യുന്ന വാക്കായതുകൊണ്ട് ഞാനൊന്ന് എടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഞാനൊന്ന് ചെറുതായിട്ട് നമ്മുടെ കോൺടാക്ട്സും അക്വൈൻറ്റൻസിലും ഒക്കെ വെച്ചിട്ട് ഈ FI ട്രേഡിംഗ് ഡെസ്കിൽ നോക്കുകയാണെങ്കിൽ ഇപ്പം മനസ്സിലാവുന്ന ഒരു കാര്യം, പ്രതീക്ഷിക്കാത്ത കുറച്ച് ലാർജ് FIസിൻ്റെ സെല്ലിംഗ് ഇന്ത്യൻ മാർക്കറ്റിൽ നടന്നിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച എന്നാണ്. അവർ ഇത്രയും നാൾ സെല്ല് ചെയ്തിട്ടില്ല. ഒരുപാട് ഈ എന്താ പറയുക, ഹോട്ട് മണി, അതായത് ഈ ETF മണിയാണ് കൂടുതലും ഇന്ത്യൻ മാർക്കറ്റിനെ സെല്ല് ചെയ്തിരിക്കുന്നത്. വലിയ ലാർജ് FIs അധികം സെല്ല് ചെയ്തില്ല എന്നുള്ളതായിരുന്നു ഇത്രയും നാളത്തെ പ്രത്യേകത. പക്ഷെ കഴിഞ്ഞ ആഴ്ച ഇത്തിരി വെറിസമായിട്ട് വരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഇത്ര സ്റ്റീപ്പായിട്ടുള്ളൊരു ഫോൾ, ടു സൂൺ ടു ഫാസ്റ്റ് നടക്കാനുള്ള കാര്യം, കുറച്ച് ലാർജ് ആയിട്ടുള്ള FIs സെല്ല് ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. എസ്പെഷ്യലി നമ്മൾ ചില സ്റ്റോക്കിൽ, അതായത് റിലയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഒരു പോയിന്ററാണ്, ഒരു ബാരോമീറ്ററാണ് നിഫ്റ്റിയുടെ. പിന്നെ അത് മാത്രമല്ല ഡാർലിംഗ് ഓഫ് ദ മാർക്കറ്റ് ട്രെൻഡിൻ്റെ റിസൾട്ട് മോശമായിരുന്നു, വാല്യൂഷൻ കൺസേൺ ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ആഴ്ച എക്സ്പ്ലെയിൻ ചെയ്തെങ്കിലും അതിൻ്റെ വീഴ്ചയുടെ ഫോളിൻ്റെ പേസ്, സ്പീഡ്, വീഴുന്നതിലല്ല നമ്മൾ പറയുന്നത്, എത്ര സ്പീഡിലാണ് അത് വീഴുന്നത് എന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം. പിന്നെ പവർ കമ്പനീസ്, BHEL പോലെ ലാർജ് ക്യാപ് പവർ കമ്പനീസ് വീണതും ഒക്കെ പറയുന്നത് എന്താ, കുറച്ച് വലിയ FIs, അതായത് പ്രതീക്ഷിക്കാത്ത FIസിൻ്റെ സെല്ലിംഗ് നിഫ്റ്റിയിൽ വന്നിട്ടുണ്ട് എന്നുള്ളത്. ഇപ്പം നമ്മൾ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ ഒരു ഇൻവെസ്റ്റർ ട്രേഡർ ഫെറ്റീഗ് ഉണ്ട്. അതായത് ഒരു മടുപ്പ് ആൾക്കാർക്കും ഇൻസ്റ്റിറ്റ്യൂഷൻസിനും, ഒരു അൺസർട്ടനിറ്റി, ഒരു ഫറ്റീഗ്, ഒരു എന്താ പറയുക, ഒരു തളർച്ച ഇന്ത്യൻ മാർക്കറ്റിൽ വന്നതായിട്ട് കാണുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ഇന്നും കൂടി മാർക്കറ്റ് 150-200 പോയിന്റ്സ് പോവുകയാണെങ്കിൽ ഏതാണ്ട് ആ തളർച്ച ടെക്നിക്കൽ അനലിസ്റ്റുകളെയും ബാധിക്കും. അതായത് നമ്മൾ സാധാരണ പറയും എവിടെ നിന്നാണ് മാർക്കറ്റ് തിരിച്ചു കയറുന്നതെന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് എന്നറിയോ, ടിൽ ദ ലാസ്റ്റ് ബുൾ ടേൺ ബെയർ. ഏറ്റവും ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് നിന്ന ആളാ ഇതൊക്കെ മാറും, ഇതെല്ലാം ശരിയാവുമെന്ന് പറയുന്ന ആൾ എന്നാണോ നെഗറ്റീവ് ആവുന്നത് അന്നാണ് മാർക്കറ്റ് ബോട്ടം അടിക്കുന്നതെന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട് എന്നുള്ള. ലെറ്റ് സി ഹൗ ഇറ്റ് സ്പാൻസ് ഔട്ട് ദിസ് വീക്ക് എന്നുള്ള. ബട്ട് ഈവൻ ദെൻ വി ഹാവ് നോ ചോയ്സ്. ഇപ്പോൾ എന്നെ പോലത്തെ ഒരു ഇൻവെസ്റ്ററെ നോക്കുകയാണെങ്കിൽ ഞാൻ 100% ഇൻവെസ്റ്റഡ് ആണ്. മാർക്കറ്റിൽ സ്റ്റോക്ക് താഴെ പോകുന്നുണ്ട്, തീർച്ചയായിട്ടും താഴെ പോകുന്നുണ്ട്. എന്താ ചെയ്യാൻ പറ്റുക? ദാറ്റ് ഇസ് ഫൈൻ, ദാറ്റ് ഇസ് ദ നേച്ചർ ഓഫ് ദ മാർക്കറ്റ് എന്നുള്ള. പിന്നെ ഇതിനകത്തോട്ട് കൊണ്ടുവന്ന പൈസ 3-4 കൊല്ലം അല്ലെങ്കിൽ 5 കൊല്ലത്തേക്ക് വേണ്ടാത്ത പൈസയാണെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ടെമ്പററി. എന്നാൽ അടുത്ത ആഴ്ച ഒരു ഷൂ മേടിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ലോൺ അടയ്ക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് മാർക്കറ്റിൽ കാശുണ്ടാക്കാം എന്ന് പറയുന്ന പൈസയാണ് ഇതിനകത്ത് വന്നതെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എ മാറ്റർ ഓഫ് വെറി. അപ്പോൾ ഇത് രണ്ട് രീതിയിൽ, അതായത് മാർക്കറ്റിൽ വാല്യുവേഷനോ സ്റ്റോക്കിനേക്കാളും നമ്മൾ വെറി ചെയ്യുന്നത് സോഴ്സ് ഓഫ് മണിയാണ്. എന്ത് കാര്യത്തിനുള്ള പൈസയാണ് നമ്മൾ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, അവിടെയാണ് റിസ്ക് എന്നുള്ളതാണ് നമുക്ക് ബേസിക് ആയിട്ടൊന്ന് പറഞ്ഞു വെക്കാനുള്ള കാര്യം. പിന്നെ മാർക്കറ്റിൽ നമ്മളൊരു ഡേറ്റ നോക്കുകയാണെങ്കിൽ ഇതിനെ നമ്മൾ പറയുന്ന കാര്യം കൊറോബറേറ്റ് ചെയ്യുന്നതാണ്. അതായത് ഈ 2024 ഇന്ത്യയിൽ ഡിമാറ്റ് അക്കൗണ്ട്സ് ഗ്രോ ചെയ്തത് ഏതാണ്ട് 33%. എന്നാൽ ശരിക്കും പറഞ്ഞാൽ 2025 നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ഏതാണ്ട് പകുതിയായി, 33%-ൽ നിന്ന് 17% കുറഞ്ഞു. ഗ്രോത്ത് ഉണ്ട് 17%, ബട്ട് 33-ൽ നിന്ന് കുറഞ്ഞു. അതായത് 2024 ആവേശവും എന്തൂസിയാസവും ഈ പറയുന്ന പോലെ 2025 ഉണ്ടായിരുന്നില്ല. സ്വാഭാവികമായിട്ടും ഇത് ആദ്യമായിട്ടൊന്നുമില്ല കേട്ടോ, മാർക്കറ്റ് ഇങ്ങനെയൊക്കെ എന്നൊക്കെ പെരുമാറിയിട്ടുണ്ടോ ഇങ്ങനെ തന്നെയാണ് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഏത് കൊല്ലവും 10, 25, 30 കൊല്ലമായിട്ട് എൻ്റെ എക്സ്പീരിയൻസിൽ. ദിസ് ഇസ് നോട്ട് ന്യൂ. എന്നെ സംബന്ധിച്ച് ഞാനിത് ആദ്യമായിട്ടല്ല കാണുന്നത്. എന്നാൽ ഈ 2020 ശേഷം വന്നവർക്ക് ഇതൊരു പുതിയൊരു അനുഭവമായിരിക്കാം, തിക്താനുഭവമായിരിക്കാം എന്നുള്ളത്. നമ്മളെ സംബന്ധിച്ച് ഈ പറയുന്ന പോലെ ഇതിന് മുമ്പേയും കണ്ടിട്ടുണ്ട്, ഇനിയും കാണും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഇപ്പോൾ ഡിമാറ്റ് അക്കൗണ്ട്സ് എനിക്ക് തോന്നുന്നു 2020 5 മില്യൺ ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് ഇപ്പോൾ നോക്കുമ്പോൾ 216 മില്യൺ അക്കൗണ്ടായി മാറിയിരിക്കുന്നു. എന്നാലും 2025 ഗ്രോത്ത് കുറവാണ് എന്നുള്ളതാണ്. പിന്നെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു പ്രത്യേകതരമായിട്ടുള്ളൊരു കാര്യം സംഭവിച്ചതെന്ന് വെച്ചാൽ, അതാണ് ഞാൻ ചില അനോമാലിറ്റീസ് ഞാൻ കാണിച്ച് പറയണമെന്ന് വെച്ചാൽ, എല്ലാ കാര്യങ്ങളും മാർക്കറ്റിൽ അറിഞ്ഞില്ലെങ്കിലും ചില കാര്യങ്ങൾ മാർക്കറ്റിൽ അറിയേണ്ടതായിട്ട്. കഴിഞ്ഞ ആഴ്ച നമ്മുടെ പവർ എക്യുപ്മെൻറ്റ് കമ്പനീസിൽ നല്ല രീതിയിൽ ഒരു സെൽ ഓഫ് നടന്നിരുന്നു. അതായത് വലിയ പവർ എക്യുപ്മെൻറ്റ് സ്റ്റോക്സ് ഭയങ്കരമായിട്ട് വീണിരുന്നു എന്നുള്ള. അപ്പോൾ അതിനൊരു റിപ്പോർട്ട് വന്നത് എന്താ, അതായത് ചൈനീസ് കമ്പനിക്ക് മേൽ, അതായത് ഇത്രയും നാൾ ചൈനീസ് കമ്പനിക്ക് ഗവൺമെൻറ് ടെൻഡറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള റൂൾ ഉണ്ടായിരുന്നു. അത് ഗവൺമെൻറ് എടുത്തു മാറ്റാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ള കാരണത്താൽ, അതായത് ചൈനീസ് കമ്പനികളും കൂടെ ഇന്ത്യൻ ടെൻഡറുകളിലും പ്രോജക്റ്റിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഉള്ള ഒരു ന്യൂസ് റൂമർ പുറത്തു വന്നപ്പോൾ അത് ഇന്ത്യൻ പവർ എക്യുപ്മെൻറ്റ് മാനുഫാക്ചറിങ് കമ്പനീസിന് BHEL, ഹിറ്റാച്ചി എനർജി, GE വെർണോവ, സീമെൻസ് എനർജി,
CG പവർ, LNT പോലെയുള്ള സ്റ്റോക്കുകൾ, LNT, BHEL അല്ലെങ്കിൽ CG പവർ എന്നൊക്കെ പറഞ്ഞ പവർ എക്യുപ്മെൻറ്റ്സിലെ വലിയ, പിന്നെ അതുപോലെ മൾട്ടിനാഷണൽ കമ്പനിയായ GE വെർണോവ, സീമെൻസ്, ഹിറ്റാച്ചി എനർജി ഒക്കെ താഴെ വീഴുക എന്ന് പറയുന്നത്, അതായത് ചൈനീസ് കമ്പനീസ് തിരിച്ചു വരികയാണെങ്കിൽ വലിയ ഇമ്പാക്റ്റ് ആവും എന്നുള്ള ഒരു ഇതായി തന്നെയാണ്. പക്ഷേ ഒരു കാര്യം നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം അറിയോ, എവിടെയൊക്കെയാണ് അനോമാലിറ്റി വരുന്നത് അവിടെയൊക്കെയാണ് സാധാരണ ഓപ്പർച്യൂണിറ്റി ആയിട്ട് വരുന്നത്. ഇത് റെക്കമെൻഡേഷനോ സോളിസിറ്റേഷനോ ആയിട്ടല്ല. ഇപ്പോൾ ഈ ചൈനീസ് കമ്പനി വരുന്നത് ഒരു ത്രെട്ടാണോ? ത്രെട്ടാണ്. ഇന്ത്യൻ കമ്പനിയെ സംബന്ധിച്ച് ത്രെട്ടാണ്. എന്നാൽ ഇത് ആദ്യമായിട്ടാണോ? അല്ല. 2020 മുമ്പേ ചൈനീസ് കമ്പനിക്ക് ഓട്ടോമാറ്റിക് FDI റൂട്ട് വഴി ഇന്ത്യൻ സിസ്റ്റത്തിലേക്ക് വരാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അവർ വന്നിരുന്നു, പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു എന്നുള്ള. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഈ 2020 മുമ്പേ നമ്മുടെ ഈ വലിയ ഹെവി ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ് കമ്പനീസ് ഉണ്ടല്ലോ, ഒരുപാട് കാര്യങ്ങൾ ചൈനയിൽ നിന്ന് ഇമ്പോർട്ടിങ്ങും ചെയ്തിരുന്നു. അതായത് ഹെവി കാസ്റ്റിങ്സ്, റോട്ടർ ഫോർജിങ്സ്, സീംലെസ് പൈപ്പ്സ്, അതായത് വലിയ വലിയ പവർ പ്രോജക്ട്സിനുള്ള ഒരുപാട് എക്യുപ്മെൻറ്റ്സും നമ്മൾ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിരുന്നു. അതുമാത്രമല്ല, ചൈനീസ് കമ്പനീസിന് ഇവിടുത്തെ ഗവൺമെൻറ് ടെൻഡറിൽ പങ്കെടുക്കാൻ പറ്റുമായിരുന്നു 2020 മുമ്പ്. എന്നാൽ എന്തുകൊണ്ടാണ് 2020 ഗവൺമെൻറ് റെസ്ട്രിക്ട് ചെയ്തത്? നമ്മുടെ ഗാൽവാൻ ബോർഡർ ഇഷ്യൂ ഉണ്ടല്ലോ, അത് വന്നപ്പോൾ ജൂൺ 2020 ആ ഇഷ്യൂ വന്നതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഒരു റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നത്. അതായത് ഈ FDI നോംസ് ചൈനീസ് കമ്പനീസിന് ഗവൺമെൻറ് ഒന്ന് ടൈറ്റൻ ചെയ്തു. രണ്ടാമത് മാത്രമല്ല, ഗവൺമെൻറ് ടെൻഡറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന പ്രോസസ്സും ഒന്ന് റെസ്ട്രിക്റ്റഡ് ആക്കി എന്നുള്ള. അപ്പോൾ 2020 മുമ്പേ ഉണ്ടായിരുന്ന ചൈനീസ് കമ്പനികളാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ മാർക്കറ്റിൽ പുതിയതായിട്ടുള്ള ഒരു ന്യൂസ് അല്ല, ഇതിന് മുമ്പേ നടന്ന ഒരു സവിശേഷത തന്നെയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്നുള്ളത്. അതുകൊണ്ട് എന്തുകൊണ്ടാണ് മാർക്കറ്റ് ഇതിനെ അത്ഭുതമായിട്ട്, ഇതിനെയൊക്കെ നമ്മൾ പറയണേ നീജർക്ക് റിയാക്ഷനിലായിരിക്കും ചിലപ്പോൾ പല ഓപ്പർച്യൂണിറ്റിയും വരുന്നതെന്നുള്ള. അപ്പോൾ 2020 ചൈനീസ് കമ്പനിയെ റെസ്ട്രിക്ട് ചെയ്തതിന് ശേഷം ഇന്ത്യൻ കമ്പനികൾ ഈ ചൈനയെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ റഷ്യ, യൂറോപ്പ്, ജപ്പാൻ പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് ഇവർ ഇറക്കുമതി ചെയ്തിരുന്നത്, പവർ എക്യുപ്മെൻറ്റ്സിന് വേണ്ടിയിട്ടുള്ള കമ്പോണൻസ് ഇറക്കുമതി ചെയ്തത്. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഈ സ്ഥലങ്ങളിൽ നിന്നൊക്കെ കൊണ്ടുവരുമ്പോൾ ലോജിസ്റ്റിക് കോസ്റ്റ് ഭയങ്കര ഹൈ ആണ്. അതുമല്ല, യൂറോപ്യൻ, ജാപ്പനീസ് പ്രോഡക്ട്സിന് ഭയങ്കര വില കൂടുതലാണ്, റഷ്യൻ പ്രോഡക്ട്സിനും വില കൂടുതലാണ് കമ്പയർഡ് ടു ചൈന എന്നുള്ളത്. അപ്പോൾ ഈ പറയുന്ന പോലെ ഇപ്പോൾ ചൈനീസ് കമ്പനികൾ തിരിച്ചു വരികയാണ് എന്നുണ്ടെങ്കിൽ ഒരു പ്രോജക്ട്സിനെ സംബന്ധിച്ച് നല്ല കാര്യമാണ്. കാര്യം വെച്ചാൽ പ്രോജക്റ്റിനെ സംബന്ധിച്ച് നല്ല കാര്യം എന്ന് വെച്ചാൽ പ്രോജക്റ്റ് ചെയ്യുന്ന കമ്പനികൾക്ക് കുറഞ്ഞ വിലയ്ക്ക് കമ്പോണൻസ് കിട്ടും. അൺലൈക്ക് ഫ്രം റഷ്യ അല്ലെങ്കിൽ ജപ്പാൻ അല്ലെങ്കിൽ യൂറോപ്പിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും വില കുറഞ്ഞ് ചൈനയിൽ നിന്ന് കിട്ടും. അതുമാത്രമല്ല, പ്രോജക്റ്റ് കറക്റ്റ് ടൈം ലൈൻ ഇംപ്ലിമെൻ്റ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകും എന്നുള്ള. ബട്ട് ഒരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ, ഈ പ്രോജക്റ്റ് ഹാൻഡിൽ ചെയ്യുന്ന ഹെവി എക്യുപ്മെൻറ്റ് കമ്പനീസിന് മാർജിൻ പോകും. കാര്യം ഇതിൻ്റെ കൂടെ ചൈനീസ് കമ്പനീസും കൂടി ഇന്ത്യയിലേക്ക് വന്ന് കോമ്പീറ്റ് ചെയ്യുന്നുള്ള. ചൈനീസ് കമ്പനീസ് കോമ്പീറ്റ് ചെയ്യുമ്പോൾ അറിയാലോ, അവിടെ പ്രോഡക്ട്സിന് വളരെ വില കുറവാണ്. അപ്പോൾ അവർ വളരെ വില കുറഞ്ഞ രീതിയിലായിരിക്കും പ്രോജക്ട്സ് ബിഡ് ചെയ്യണേ. അപ്പോൾ ഇന്ത്യൻ കമ്പനീസിനും വില കുറഞ്ഞ് ബിഡ് ചെയ്യും. ഇത് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചും പ്രോജക്റ്റിനെ സംബന്ധിച്ചും ഒക്കെ വളരെ നല്ല കാര്യമാണെങ്കിൽ പോലും സ്റ്റോക്ക് മാർക്കറ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഇന്ത്യൻ പവർ കമ്പനീസിന് നോക്കുകയാണെങ്കിൽ ചൈനയായിട്ട് ഇടിച്ച് നിൽക്കണം എന്നുണ്ടെങ്കിൽ ആ മാർജിൻ ഒന്ന് കുറയും. ദാറ്റ് വിൽ എഫക്ട് ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് ദിസ് കമ്പനി. അപ്പോൾ അതുകൊണ്ടാണ് ഈ പറയുന്ന പോലെ ഈ കമ്പനീസൊക്കെ, പവർ കമ്പനീസൊക്കെ കഴിഞ്ഞ ആഴ്ച ഒന്ന് വീണത്. പിന്നെ ഇത് വേറൊരു ആംഗിളിൽ നോക്കുകയാണെങ്കിൽ ഈ മോങ്ങാനിരിക്കുന്ന പട്ടിയുടെ തലയിൽ തേങ്ങ വീണെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിലും ഈ GE വെർണോവ, ഹിറ്റാച്ചി, CG പവറൊക്കെ ട്രേഡ് ചെയ്തിരുന്നത് 100 PE 200 PE എന്നുള്ള അൺനാച്ചുറൽ ആയിട്ടുള്ള വളരെ ഹൈ വാല്യുവേഷനിലാണ് ട്രേഡ് ചെയ്തത്. അപ്പോൾ മാർക്കറ്റിന് ഒരു റീസൺ വേണം ഇതിനെ കറക്റ്റ് ചെയ്യാൻ. ആ റീസൺ വരും. അതാണ് ഈ മാർക്കറ്റിൻ്റെ പ്രത്യേകത. നിങ്ങൾക്ക് എന്താണോ മാർക്കറ്റിൽ എക്സസസ് ഉണ്ടെങ്കിൽ ആ എക്സസിനെ മാർക്കറ്റ് കറക്റ്റ് ചെയ്യിക്കാനായിട്ട് ഒരു ന്യൂസ് എവിടുന്നെങ്കിലും പറന്ന് അതിനകത്തേക്ക് വന്ന് വീഴും എന്നുള്ള. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സെക്ടറിലും കമ്പനിയിലേക്കാണ് ഇങ്ങനൊരു ന്യൂസ് വന്നത്. ഈ ന്യൂസ് ഒരു നിമിത്തമായി മാറി എന്നുള്ള. ഞാൻ പറഞ്ഞല്ലോ, 2020 മുമ്പേ ഉണ്ടായിരുന്ന അതേ സെറ്റപ്പ് തന്നെയാണ് ഇപ്പോഴും വരുന്നത്. എന്നിട്ട് മാർക്കറ്റ് ഇത്ര വെറീഡ് ആവാൻ കാരണം എന്താ? അത് വെറീഡ് ആയതല്ല, ഈ എക്സസസിനെ അടിച്ച് കളയാൻ, ഈ ഫാറ്റിനെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇതൊരു റീസൺ ആക്കി എടുത്തു എന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയണേ. പിന്നെ ഈ പറയുന്ന പോലെ റിലയൻസ്, ഞാൻ ഈ പവർ കമ്പനീസിൻ്റെ റിലയൻസ് ഏതാണ്ട് 2026 സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ 6% അതിനകത്ത് പോയി എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, മാർക്കറ്റ് ക്യാപ്പ് 20 ലക്ഷം കോടി 21 ലക്ഷം കോടിയായിരുന്ന റിലയൻസ് 1600 രൂപ ഉണ്ടായിരുന്നപ്പോഴാണ് ഞാൻ പറഞ്ഞത്. 1600 രൂപ ഉണ്ടായിരുന്നപ്പോൾ ഏതാണ്ട് 20 തൊട്ട് 21 ലക്ഷം കോടി മാർക്കറ്റ് ക്യാപ്പ് ആയിരുന്ന ആ ഒരു കമ്പനിയിൽ നിന്ന് ഏതാണ്ട് ഈ 6% പോയപ്പോൾ ഒരു കാനറ ബാങ്ക് അതിനകത്തുനിന്ന് പോയി. അതായത് 1.3 lakh crore ആണ് റിലയൻസ് കഴിഞ്ഞ ആഴ്ച ലൂസ് ചെയ്തത്.
അതായത് കാനറ ബാങ്കിൻ്റെ സൈസ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ നിഫ്റ്റിയിൽ നിന്ന് HDFC ബാങ്ക് പോയി എന്ന് പറഞ്ഞ പോലെ റിലയൻസിൽ നിന്ന് ഒരു കാനറ ബാങ്ക് പോകുന്ന രീതിയിലേക്ക് അത് മാറി എന്നുള്ളതാണ്. അത്രയും വൈപ്ഡ് ഔട്ടായി എന്നുള്ളതാണ്. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞാലും ട്രംപ് ഇല്ലാതെ നമുക്കൊരു ദിവസത്തിന് നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്താണ് നടക്കാത്തതെന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. നമ്മൾ എക്സ്പെക്ട് ചെയ്തത് ഫ്രൈഡേ വൈകുന്നേരത്തോടുകൂടി ഇന്ത്യൻ ടൈം ഒരു 8 PM 8:30 PM ഓടുകൂടി സുപ്രീം കോടതിയുടെ റൂളിംഗ് വരുന്നു. ട്രംപിൻ്റെ ഈ റെസിപ്രോക്കൽ ടാരിഫിൻ്റെ ലീഗാലിറ്റി എന്തെന്നുള്ളതിനെക്കുറിച്ച് ഒരു റൂളിംഗ് വരും എന്നുള്ളതാണ്. അത് മിക്കവാറും ബെറ്റിംഗ് മാർക്കറ്റൊക്കെ വെച്ച് നോക്കിയിട്ട് 70% ആൾക്കാരും വിശ്വസിച്ചിരുന്നത് ട്രംപിന് നെഗറ്റീവായിട്ട് ഈ റിസൾട്ട് വരും എന്നുള്ള രീതിയിലേക്കാണ് ഇത് വന്നതെന്നുള്ളതാണ്. ബട്ട് ഈവൻ ദെൻ അത് നടന്നില്ല എന്നുള്ളതാണ്. സുപ്രീം കോടതി ഡിഫർ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ജാനുവരി 14 വെനസ്ഡേയിലേക്ക് റൂളിംഗ് മാറ്റിയിരിക്കുന്നു. റൂളിംഗ് എന്നില്ല, അന്ന് വീണ്ടും സുപ്രീം കോടതി ചേരുമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. റൂളിംഗ് ഇനിയും ഡിഫർ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ അറിയില്ല. ഹോപ്പ്ഫുള്ളി ജാനുവരി 14 വരും. സോ ദ ഡിസിഷൻ ഇസ് ഡിഫേർഡ്. നമ്മൾ എന്താണോ പ്രതീക്ഷിച്ചത് അത് നടന്നില്ല എന്നുള്ള. ഇനി ആ കാരണം കൊണ്ടാണോ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു വീക്ക്നെസ് എന്നുള്ള കാര്യം നമുക്കറിയില്ല. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല, ഞാൻ പറയാം. കാര്യം വെച്ചാൽ ഈ റൂളിങ്ങിനെ നമ്മൾ വെറി ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. ഇത് നമുക്ക് വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. അതിന്റെ ഇമ്പാക്റ്റ് ഒക്കെ നമുക്ക് കഴിഞ്ഞ മാസങ്ങളിലൊക്കെ തന്നെ വന്നു കഴിഞ്ഞതുമാണ്. അതെ. ബട്ട് ഈവൻ ദെൻ ഒരു കാര്യം പറയാമല്ലോ ജാസ്മിൻ, ഈ ആഴ്ച കംപ്ലീറ്റ് മാർക്കറ്റിൽ ഹെഡ്ലൈൻ ഉണ്ടാക്കി, അതായത് വീക്കെൻഡിൽ ഹെഡ്ലൈൻ ഉണ്ടാക്കിയിരിക്കുന്ന കാര്യം US കോമേഴ്സ് സെക്രട്ടറിയുടെ ഒരു പോഡ്കാസ്റ്റ് ഇൻ്റർവ്യൂ ആണ്. ആ പോഡ്കാസ്റ്റ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ അത് ശരിക്കും എനിക്ക് തോന്നുന്നു ഒരു കനേഡിയൻ അമേരിക്കൻ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റിന് കൊടുത്ത ഒരു പോഡ്കാസ്റ്റിൽ അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം റിവീൽ ചെയ്തേക്ക്. ഇത് അദ്ദേഹത്തിൻ്റെ ഭാഷ്യമാണ്, ഇതാണ് സത്യം എന്ന് നമുക്ക് വിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ എങ്കിലും ഹോവാർഡ് ലൂട്ട്നിക് ആണല്ലോ ഈ കോമേഴ്സ് സെക്രട്ടറി എന്ന് പറഞ്ഞത്. ഹോവാർഡ് ലൂട്ട്നിക്ക് പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യയുടെ ടാരിഫിനെ കുറിച്ചാണ്. മീ ടോക്ക് അബൌട്ട് ഇന്ത്യ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതായത് ട്രംപിന് ഒരു പേഴ്സണലൈസ്ഡ് സ്റ്റൈൽ ഓഫ് ഡിപ്ലോമസി ഉണ്ടെന്നാണ് പറയുന്നത്. പേഴ്സണലൈസ്ഡ് സ്റ്റൈൽ ഓഫ് ഡിപ്ലോമസി എന്താ അദ്ദേഹം പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, ഞങ്ങൾ ഈ ടാരിഫിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപിൻ്റെ ആ ഒരു രീതി എങ്ങനെയെന്ന് വെച്ചാൽ ആ രാജ്യത്തിൻ്റെ നേതാവ് ട്രംപിനെ ഇങ്ങോട്ട് വിളിക്കണം. ഇങ്ങോട്ട് വിളിച്ചിട്ട്, കാര്യം ട്രംപ് ആണല്ലോ ഈ ദ മാൻ ഹൂ ക്ലോസസ് ദ ഡീൽ ഇസ് മിസ്റ്റർ പ്രസിഡന്റ്, ദാറ്റ് ഇസ് മിസ്റ്റർ ട്രംപ്. ആ ട്രംപിനെ നേരിട്ട് ആ സ്ഥലത്തെ നേതാവ് വിളിക്കണം, അല്ലെങ്കിൽ ഒരു രാഷ്ട്ര തലവൻ വിളിക്കണം എന്നുള്ളതാണ്. എന്നിട്ട് ആ ഡീല് ക്ലോസ് ചെയ്തതായിട്ട് പ്രഖ്യാപിക്കും. അങ്ങനെയാണ് ട്രംപിൻ്റെ രീതി എന്നാണ് പറയുന്നത്. എന്നിട്ട് അവർ പറയുന്നുണ്ട് ആരാണോ ആദ്യം വിളിക്കുന്നത്, അതായത് സ്റ്റെയർ കേസ് പോലെയാണെന്ന് പറയാം. സ്റ്റെയർ കേസ് ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പ്, സെക്കൻഡ് സ്റ്റെപ്പ്, തേർഡ് സ്റ്റെപ്പ്. അതായത് ആരാണോ ആദ്യം വിളിക്കുന്നത് അവർക്ക് കുറച്ച് കൊടുക്കും, പിന്നെ വരുന്നവർക്ക് കൂട്ടിക്കൂട്ടി സ്റ്റെയർ കേസ് പോലെ കൂട്ടിക്കൊടുക്കും. ഇതാണ് ട്രംപിൻ്റെ രീതി. ഇത് പറയുന്ന കേട്ടോ ട്രംപാണ് ദൈവം എന്നുള്ള രീതിയിലാണ്. ട്രംപ് പറയുന്ന പോലെ നടക്കുള്ളൂ എന്നാണ്. ശരിയാണ്, US-ൻ്റെ കാര്യമായിട്ട് ട്രംപ് പറഞ്ഞ പോലെ നടക്കുള്ളൂ എന്നുള്ള കാര്യം യാതൊരു സംശയമില്ല. അതുമല്ല, ഇത് വൺ ഓഫ് ദ ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് എക്കണോമി ആൻഡ് ദ മോസ്റ്റ് പവർഫുൾ കൺട്രി ഇൻ ദ വേൾഡ് ആൻഡ് ഈസ് ദ മോസ്റ്റ് പവർഫുൾ മാൻ. അപ്പോൾ അദ്ദേഹം പറയും പോലെ നടക്കുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ആരാണോ ആദ്യം വിളിക്കുന്നത് അവർക്ക് കുറച്ച് കൊടുക്കും. അങ്ങനെയാണ് മുന്നോട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ UK ആദ്യം വന്നു. UKക്ക് നല്ല രീതിയിൽ കുറച്ച് കൊടുത്തു. അത് കഴിഞ്ഞ് ട്രംപ് പലപ്പോഴും ചോദിച്ചു ഇന്ത്യയുടെ കാര്യം എന്തായി. അതായത് പിന്നെ എക്സ്പെക്ട് ചെയ്ത് ഇന്ത്യയാണ്, അതായത് ട്രംപിന് ആഗ്രഹം ഉണ്ടായിരുന്നു ഇന്ത്യയാണ് വിളിക്കേണ്ടത്, ഇന്ത്യക്കാണ് കുറച്ച് കൊടുക്കേണ്ടത് UK കഴിഞ്ഞാൽ എന്ന് ആലോചിക്കുന്നു. ബട്ട് ഇന്ത്യ റെസ്പോണ്ട് ചെയ്തില്ല, ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ വിളിച്ചില്ല എന്നുള്ളതാണ്. പിന്നെ പറയുന്നത് ഇന്തോനേഷ്യ വന്നു, പിന്നെ അത് കഴിഞ്ഞ് ഫിലിപ്പീൻസ് വന്നു, വിയറ്റ്നാം വന്നു. ഇവരൊക്കെ ചെയ്തു വന്നിട്ടും ഇന്ത്യ വന്നില്ല. ഞങ്ങൾ 3 വെള്ളിയാഴ്ച 3 ഫ്രൈഡേ ഇന്ത്യക്ക് കൊടുത്തിട്ട് പോലും ഇന്ത്യ റെസ്പോണ്ട് ചെയ്തില്ല എന്നുള്ള രീതിയിലാണ്. അതായത് അവർ നിശ്ചയിക്കുന്ന സ്ഥലത്ത്, അവർ നിശ്ചയിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഫോൺ കോളിൽ തീരുമായിരുന്നോ ഈ റെസിപ്രോക്കൽ താരിഫ് എന്നുള്ള രീതിയിലേക്കാണ് അദ്ദേഹത്തിന്റെ ഒരു കമന്ററി വന്നിരിക്കുന്നത്. അതൊന്ന് പിന്നെ ഇന്ത്യ ഹാഡ് ടു ഡീൽ വിത്ത് അവർ ഓൺ പ്രോബ്ലംസ്. കാര്യം നമ്മുടെ ഇവിടെ ആ പഹൽഗാം ഇഷ്യൂ ഉണ്ടായിരുന്നു, അതുണ്ടായിരുന്നു എന്നൊക്കെയുള്ള കാര്യം. പക്ഷെ അദ്ദേഹം പറയുന്നത് അതല്ല. മറ്റേ ബ്രിട്ടീഷ് PM-ന് വിളിക്കാമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററിന് വിളിക്കാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇതിനകത്ത് നമുക്ക് പറയാനുള്ള ഒരു കാര്യമുണ്ട്. വാട്ട് ഡു യു തിങ്ക് ഓഫ് യുവർ സെൽഫ് മിസ്റ്റർ പ്രസിഡന്റ്? നമുക്കല്ലാതെ വേറെ ഒന്നും ഇതിനകത്ത് പറയാനില്ല. കാര്യം വെച്ചാൽ ഇതിലെന്താ, ഓഫ് കോഴ്സ് അവർ ലാർജസ്റ്റ് എക്കണോമിയാണോ? ആണ്. നമ്മൾ വെറും 4th ലാർജസ്റ്റ് എക്കണോമിയാണ്. നമ്മളും അവരും തമ്മിലുള്ള അന്തരം വളരെ വലുതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമുക്ക് ഒരുപാട് കൊല്ലങ്ങളെടുക്കും അവരെടുത്ത് എത്തുക എന്ന് പറയുന്നത്. അവർക്ക് നമ്മളെ ആവശ്യമുള്ളതിനേക്കാളും നമുക്ക് അവരെ ആവശ്യമുണ്ടെന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി കറക്റ്റ്. നമ്മുടെ എഞ്ചിനീയേഴ്സും ഡോക്ടേഴ്സും ഒക്കെ വർക്ക് ചെയ്യുന്നത് വെച്ച് നോക്കുമ്പോൾ അവരെന്താ പറയുക, ഓൾഡസ്റ്റ് ഡെമോക്രസിയാണ്. വി ആർ ദ വേൾഡ്സ് ലാർജസ്റ്റ് ഡെമോക്രസിയാണെന്നുള്ളത്. ബട്ട് ഇവിടെ ഒരു വ്യത്യാസം വന്നൊരു കാര്യം, ട്രംപ് നിങ്ങൾക്ക് തെറ്റിപ്പോയൊരു കാര്യം എന്നറിയോ? നമ്മുടെ ഇവിടെ പൊതുവെ ട്രംപ് ഉദ്ദേശിച്ചൊരു കാര്യം വെച്ചാൽ ഈ ടാരിഫ് ഉപയോഗിച്ച് ഇന്ത്യയിലെ ഇലക്ഷൻസ്, ഇപ്പോൾ അടുത്ത കാലത്ത് കുറച്ച് ഇലക്ഷൻസ് നടന്നു, ഇനി ഒരു ഇലക്ഷൻ ഇയറാണ് നമ്മൾ ഈ വരാൻ പോകുന്നത്. ട്രംപ് വിചാരിക്കുന്ന രീതിയിൽ ഒരു കാര്യം നടത്തില്ല. ഇവിടെ ഒരു പൊളിറ്റിക്കൽ ടർമോയിൽ ഉണ്ടാക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. പാർലമെന്റിൽ ഒരു ഇഷ്യൂ ആണ്. ഇവിടെയൊക്കെയാണ് ഞാൻ പൊളിറ്റീഷ്യൻസിന് ഭയങ്കരമായിട്ട് അക്സെപ്റ്റ് ചെയ്യണം. ഞാൻ ഗവൺമെൻറ് അങ്ങ് മാറ്റി വയ്ക്കുകയാണ്. കാര്യം ഗവൺമെൻറ്റിനെ കുറ്റം പറയേണ്ട ഒരുപാട് കാര്യങ്ങൾ ഓപ്പോസിഷൻ.
ഈ ഒപ്പോസിഷൻ എന്ത് മെച്യൂറായിട്ടാണ് ഈ കാര്യത്തിൽ ഗവൺമെൻറ് കൂടെ ഓഫ് കോഴ്സ് ചെറുതായിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ്സ് അവിടെ എവിടെയെങ്കിലും പറഞ്ഞാലും നമ്മുടെ പൊളിറ്റിക്കൽ ക്ലാസിൻ്റെ ഒരു കാര്യം ഇറ്റ് ഈസ് ട്രൂ. അതായത് നമ്മുടെ രാജ്യത്ത് ഒരുപാട് പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ട്, നമ്മുടെ പാർലമെൻറ്റിൽ ഒരുപാട് കാര്യത്തിന് നമ്മൾ ഡിസഗ്രി ചെയ്യുന്നുണ്ട്, നമുക്ക് 100-ൽ പരം ലാംഗ്വേജസ് ഉണ്ട്, ഒരുപാട് റിലീജിയൻ ഉണ്ട്, ഒരുപാട് കാസ്റ്റ് ക്രീഡ് കമ്മ്യൂണിറ്റിയൊക്കെ നമുക്കുണ്ട്. നമുക്ക് ഒരുപാട് ഭിന്നതയുണ്ടെങ്കിൽ നമ്മളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നാണ്. അപ്പം നമ്മുടെ പൊളിറ്റിക്കൽ ക്ലാസ് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാര്യത്തിൽ എന്ത് മെച്യൂറായിട്ടാണ് പൊളിറ്റിക്കൽ പാർട്ടീസ്, എസ്പെഷ്യലി ഹാറ്റ്സ് ഓഫ് ടു ദ ഓപ്പോസിഷൻ പാർട്ടീസ് ഫോർ ബീയിങ് വിത്ത് ദ ഗവൺമെൻറ് ഇൻ ദ ടൈം ഓഫ് ഡിസ്ട്രസ് എന്നുള്ള കാര്യം എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല. ട്രംപ് വിചാരിച്ചത് അങ്ങനെ ഒരു ടർമോയിൽ ഇവിടെ ഉണ്ടാക്കാം എന്നാണ്. ഓഫ് കോഴ്സ് ഹി ഹാസ് ദ റൈറ്റ് ടു ഡു ഇറ്റ്, ബട്ട് ഈവൻ ദെൻ നമ്മൾ അതിനേക്കാട്ടിലും മെച്ചുവർ കാര്യം ഒരുപാട് ഡിഫറൻസസ് നമ്മുടെ സിസ്റ്റത്തിൽ ഉണ്ടെങ്കിൽ പോലും ഈ ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നപ്പോൾ നമ്മൾ ഒന്നിച്ച് നിന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് എന്തുകൊണ്ടാണ്? കാരണം ഗവൺമെൻറ്റിനെ സഹായിക്കാൻ വേണ്ടിയിട്ടല്ല ഓപ്പോസിഷൻ നിന്നത്, അമേരിക്കയെ കൂട്ടുപിടിക്കാനും വേണ്ടിയിട്ടല്ല ഈ പറയുന്ന പോലെ എതിർക്കാത്തത്. എന്തുകൊണ്ടാണ്? ഇത് ആരെയാണ് അഫക്റ്റ് ചെയ്യുന്നത്? ഈ അഫക്റ്റ് ചെയ്യണ കംപ്ലീറ്റ് ഇന്ത്യൻ ഫാർമേഴ്സിനെയാണെന്നുള്ള കാര്യം. ഇന്ത്യയുടെ ഫാമിംഗ് സെക്ടർ, ഫിഷിംഗ് സെക്ടർ, ഡയറി സെക്ടർ, ഇതിനെയാണ് കാര്യം. അവർക്ക് വേണ്ടത് അവരുടെ ഫുഡ് പ്രോഡക്ട്സ് ഇങ്ങോട്ടേക്ക് വിൽക്കുക എന്നുള്ള അതാണ് കണ്ടൻസിയേഷൻ ആയിട്ടുള്ള ഇഷ്യൂ എന്ന് നമ്മൾ ആദ്യം മുതലേ പറഞ്ഞിരുന്നു. GM ക്രോപ്സിൻ്റെ കാര്യത്തിലും മറ്റുള്ള കാര്യത്തിലുമൊക്കെ അത് നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ലെന്ന് നമ്മുടെ പൊളിറ്റിക്കൽ ക്ലാസ് ഒന്നിച്ചങ്ങ് തീരുമാനമെടുത്തത് കാരണമാണ് ട്രംപിൻ്റെ ആ ഒരു പണി ഇന്ത്യയിൽ നടക്കാത്തത്. അതിന് കാര്യം ഫാർമേഴ്സിൻ്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും ഏത് പാർട്ടിയാണ്, ഏത് പൊളിറ്റിക്കൽ പാർട്ടിയാണ് എതിര് നിൽക്കാൻ പോകുന്നത്? എതിര് നിൽക്കില്ല എന്നുള്ളതാണ്, എതിര് നിൽക്കാൻ പറ്റില്ല എന്നുള്ള. പാർലമെൻറ്റിൽ ഇരിക്കുന്ന പലരും ഫാർമർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവരും കൂടെയാണെന്നുള്ള. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് US ആണോ അല്ലെങ്കിൽ ഡിഫൻസ് ഡീലാണോ അല്ലെങ്കിൽ ഓയിലാണോ, ഇതൊന്നുമല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം നമ്മുടെ ഫാമേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. ആ കാര്യത്തിൽ നമ്മുടെ എല്ലാ പൊളിറ്റിക്കൽ ക്ലാസ്സും കൂടി ഒന്നിച്ചു നിന്നു. അവിടെ ഓപ്പോസിഷൻ ഒരു വലിയൊരു സല്യൂട്ട് കൊടുക്കാതിരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഫാർമേഴ്സിൻ്റെ കാര്യത്തിലായതുകൊണ്ട് ഇവർ ഒന്നിച്ചു നിന്നു എന്ന് തന്നെയാണ് അതിനകത്ത് ഉണ്ടായിട്ട്. അതായത് വി വിൽ നെവർ ക്രാക്ക് അണ്ടർ പ്രഷർ. പിന്നെ നമ്മൾ അദ്ദേഹത്തിനെ വിളിക്കണമെന്ന് നമ്മൾ UK ആയിട്ട് ഡീൽ സൈൻ ചെയ്തു, ഓസ്ട്രേലിയ ആയിട്ട് സൈൻ ചെയ്തു, ന്യൂസിലൻഡ് ആയിട്ട് സൈൻ ചെയ്തു, UAE ആയിട്ട് സൈൻ ചെയ്തു. ഇതൊക്കെ നമ്മുടെ ഇവിടെ നടന്നില്ലേ? അതുകൊണ്ട് നമ്മൾ ആരോടും സംസാരിക്കില്ല എന്നുള്ള വാശിയൊന്നും നമുക്കില്ല എന്നുള്ള. പിന്നെ എന്തുകൊണ്ട് മേ ബി നമ്മുടെ ഒരു നേതാവ്, അത് ഏത് പ്രൈം മിനിസ്റ്ററോ ഏത് പൊളിറ്റിക്കൽ പാർട്ടിയോ ആയിക്കോട്ടെ, ട്രംപിനെ വിളിക്കാവുന്ന സാഹചര്യമില്ല. കാര്യം അദ്ദേഹം ഈ കോൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹം ആ കോൾ വെച്ചിട്ട് അദ്ദേഹം ട്രൂത്ത് സോഷ്യലിൽ പബ്ലിഷ് ചെയ്യണത് എല്ലാ കാര്യങ്ങളും ചെയ്തു തരാമെന്ന് എല്ലാ രാജ്യങ്ങളും അക്സെപ്റ്റ് ചെയ്തു എന്ന് പറയും. അത് ഭയങ്കര രീതിയിൽ ഇവിടെ ഇമ്പാക്റ്റ് ഉണ്ട്. ഫിലിപ്പീൻസും വിയറ്റ്നാമൊക്കെ ഒരിടയ്ക്ക് തലയെ കൈവച്ച് പോയി. ഞങ്ങൾ പറയാത്ത കാര്യങ്ങൾ പോലും ട്രംപ് നടത്തി എന്ന് പറഞ്ഞു എന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞത്. അപ്പം ഒന്നാമത്തെ കാര്യം, നമ്മളെ ട്രീറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് അറിയില്ല എന്നുള്ള. ഇത് ഇവിടെയൊക്കെയാണ് നമ്മൾ അറബ് രാജ്യങ്ങളൊക്കെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ എത്രയോ പേര് നമ്മുടെ ഈ UAE, ബഹ്റൈൻ, ഖത്തർ, സൗദി അറേബ്യ, കുവൈറ്റ് പോലുള്ള സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യണം. എന്ത് അന്തസ്സും അഭിമാനത്തോടു കൂടിയാണ് അറബ്സ് നമ്മുടെ വർക്കേഴ്സിനെ കാണുന്നത്. ഈവൻ നമ്മുടെ ഓരോ കാര്യങ്ങൾക്കും, നമ്മുടെ ആ ട്രേഡ് റിലേഷൻഷിപ്സിനും നമ്മുടെ രാജ്യത്തിന് തരുന്ന വില, അവിടെയൊക്കെയാണ് ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ അമേരിക്കൻ ക്വാളിറ്റി ഇല്ലെന്നോ അല്ലെങ്കിൽ ട്രംപ് മോശമാണെന്നുള്ള അഭിപ്രായത്തിലല്ല, എന്ത് രീതിയിലാണ് പെരുമാറുന്നത് നോക്ക്. എന്തൊരു നമ്മുടെ ഒരു നേതാവ്, അത് ഏത് പ്രൈം മിനിസ്റ്ററോ ആയിക്കോട്ടെ ഏത് പ്രസിഡൻറ്റോ ആയിക്കോട്ടെ, അവരുടെ രാജ്യങ്ങളിൽ ചെന്നിറക്കുമ്പോൾ അറബ് നേതാക്കളിൽ ചെന്ന് റിസീവ് ചെയ്യുന്നതും ആ റോയൽ വെൽക്കം, റെഡ് കാർപ്പറ്റ് വെൽക്കം കൊടുക്കുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് പ്രൗഡ് ആവുന്ന ഒരു സിറ്റുവേഷനിൽ ഇതാ ഇവിടെ പറയുകയാണ്, ഫോൺ എടുത്തില്ല, ഫോൺ വിളിച്ചില്ല, സംസാരിച്ചില്ല. കാര്യം ഇത് അഫക്റ്റ് ചെയ്യുന്നത് പ്രസിഡന്റും പ്രൈം മിനിസ്റ്ററും അല്ല, ഇത് സാധാരണ ജനങ്ങളെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്നുള്ള. അതിന് ഇങ്ങനത്തെ രീതിയിൽ പറ്റില്ല എന്നുള്ള. അപ്പോൾ മിസ്റ്റർ ട്രംപ്, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഈ പറയുന്ന പോലെ നിങ്ങൾ വിശ്വസിക്കുന്ന പോലെയുള്ള UK-യോ ജപ്പാനോ സൗത്ത് കൊറിയയോ ഒന്നും അല്ല എന്നുള്ള കാര്യം. ട്രംപിന് ആവശ്യം എന്താ? അവർ പറയുന്ന 100% കാര്യങ്ങളും അക്സെപ്റ്റ് ചെയ്യണം. അതുകൂടാതെ നമ്മൾ ഇത്രയും പൈസ $500 ബില്യൺ $300 ബില്യൺ ഒക്കെ US കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള. ഇത് സമ്മതിക്കാത്തതാണ് ഇന്ത്യൻ സിസ്റ്റം ചെയ്തതെങ്കിൽ വി ഷുഡ് ബി പ്രൗഡ് അബൌട്ട് ഇന്ത്യ എന്നുള്ള കാര്യം. എന്ന് വെച്ചാൽ അവരുടെ ഡിക്റ്റാറ്ററിനൻസ് ഓഫ് കോഴ്സ് നമ്മളിത് അഫക്റ്റ് ചെയ്യോ, അഫക്റ്റ് ചെയ്യും. എങ്ങനെ? സെൻറ്റിമെൻ്റലി ആൻഡ് ഇമോഷണലി. ഫിഗേഴ്സ് അതിനകത്ത് കാണിക്കുന്നില്ലല്ലോ. ഫിഗേഴ്സ് അങ്ങനെ കാണിക്കുന്നില്ല. നമ്മൾ യൂറോപ്യൻ യൂണിയനായിട്ട് സൈൻ ചെയ്തു, സൈൻ ചെയ്യാൻ പോകുന്നു, UK ആയിട്ട് സൈൻ ചെയ്തു, ന്യൂസിലൻഡായിട്ട് സൈൻ ചെയ്തു, ഓസ്ട്രേലിയ ആയിട്ട് സൈൻ ചെയ്തു, UAE ആയിട്ട് സൈൻ ചെയ്തു എന്നുള്ള. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് നമ്മൾ ഈ ഇതേപോലെ നിൽക്കരുത് എന്നുള്ളതാണ് കാര്യം. എന്നെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം വെച്ചാൽ, എൻ്റെ അനുഭവം, എൻ്റെ 52 കൊല്ലത്തിൻ്റെ അനുഭവം പഠിപ്പിച്ചതെന്ന് വെച്ചാൽ, ഇതേപോലെ ഒരു സിറ്റുവേഷനിൽ കൂടി പണ്ട് നമ്മളും പോയിട്ടുണ്ട് ജാസ്മിൻ. അതായത് 1998 മാർച്ച് 11 അന്നത്തെ ഗവൺമെൻറ് പൊക്രാനിൽ ന്യൂക്ലിയർ ടെസ്റ്റ് നടത്തി.
ആ ടെസ്റ്റ് നടത്തിയപ്പോൾ നമുക്ക് ഇല്ലാത്ത സാങ്ഷൻസ് ഒന്നും ഗ്ലോബൽ കമ്മ്യൂണിറ്റി തന്നില്ല. അന്ന് US വളരെ സ്ട്രോങ് ആയിട്ട് തന്നു. അതിനുള്ളൊരു പ്രോട്ടോകോൾ ഉണ്ടായിരുന്നു അവർക്ക് നമ്മുടെ മേൽ ടാരിഫ് തരാമെന്നുള്ളത്. അന്ന് സെൻസെക്സ് എത്രയായിരുന്നു എന്നറിയോ? 4022 എന്നാണ് എൻ്റെ ഓർമ്മ. അവിടെ നിന്ന് ഈ സാങ്ഷൻസ് വന്നതിന് ശേഷം കറക്റ്റ് ചെയ്തിട്ട് ജൂലൈ 98 ആയപ്പോഴത്തേക്കും ഏതാണ്ട് 3190 അതായത് 4022 നിന്ന് 3190 സെൻസെക്സ് വീണ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്തായിരുന്നു? ബേസ്ഡ് ഓൺ ന്യൂസ്. എന്നാൽ നമ്മൾ ഇവിടെ നിന്ന് ബാക്കിലോട്ട് നോക്കി, ഇവിടെ നിന്ന് ബാക്കിലോട്ട് നോക്കുമ്പോൾ നമുക്ക് എത്രയാണ് ആ വീണ? 3190, 3190 ആസ് വി സ്പീക്ക് ഇറ്റ് ഈസ് അറൌണ്ട് 83,576 അല്ലെങ്കിൽ 83,000 എന്ന് തന്നെ വിശ്വസിക്കുക. 83,000 ദാറ്റ് ഈസ് എ 26 times റിട്ടേൺ ഇൻ 28 years അല്ലേ? അതായത് 2500% റിട്ടേൺ തന്നു ഇൻ സ്പൈറ്റ് ഓഫ് ബിഗർ സാങ്ഷൻ ദാറ്റ്സ്. നമ്മളെ ബാൻ ചെയ്തു പല കാര്യങ്ങളിലും. ഇന്നത്തെ പോലെയല്ല, ടാരിഫ് കൂട്ടി എന്നുള്ളതല്ല, എക്സ്പോർട്ട് ഫിഗേഴ്സ് പോലും നമ്മുടെ ടാരിഫിനെ മറികടന്നു പോയിരിക്കുന്നു എന്നുള്ള. എന്നിട്ട് നമ്മൾ കുലുങ്ങിയിട്ടില്ല എന്നുള്ള. എനിക്കൊന്ന് 1998 നമ്മൾ ലോകത്തിലെ ഗ്ലോബൽ എക്കണോമിയിലെ 13ാമത്തെയോ 15ാമത്തെയോ രാഷ്ട്രമായിരുന്നു എന്നുള്ളത്. ഇന്നോ നമ്മൾ 4ാമത്തെ രാജ്യമാണ് ബൈ GDP ആൻഡ് ഇൻ അവർ എൻഡോവർ ടുവേർഡ്സ് ബിക്കമിങ് തേർഡ് എന്നുള്ളതാണ്. അപ്പോൾ GDP സൈസ് 4.1 ട്രില്യൺ ആണ്, 10 times of 1998. അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിൽ നമ്മളെ കാണരുത് എന്നുള്ള. പിന്നെ മിസ്റ്റർ പ്രസിഡന്റ് ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയെന്ന് വെച്ചാൽ നമ്മൾ ഈ എക്സ്പോർട്സ് ശരിക്കും പറയുന്നത് നോക്കുകയാണെങ്കിൽ വലിയ വ്യത്യാസമൊന്നും നമുക്ക് ഉണ്ടാക്കിയില്ല എന്നാണ്. അതായത് നമ്മുടെ 60 തൊട്ട് 65% വരെ എക്കണോമി ഡൊമസ്റ്റിക് എക്കണോമിയാണ്. വളരെ കുറച്ചാണ് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു എക്സ്പോർട്ട് എക്കണോമി ഉള്ളത് എന്നുള്ളതാണ്. പിന്നെ നമ്മളിപ്പോൾ കാണുന്നത് എന്താ? GDP-യിൽ എത്രയാണ് ഇമ്പാക്റ്റ് വന്നത് ഈ ടാരിഫ് കാരണം? 0.3 to 0.5% മാത്രമേ ഇമ്പാക്റ്റ് മാക്സിമം നമ്മുടെ GDP-യിൽ ഈ ടാരിഫ് കാരണം വന്നുള്ളൂ. കോർപ്പറേറ്റ് പ്രോഫിറ്റ്, കമ്പനികളുടെ പ്രോഫിറ്റ് ആണെങ്കിലോ ലെസ് ദാൻ 2%. അഗ്രിഗേറ്റ് ആണ് ഞാൻ പറയുന്നത്, ലെസ് ദാൻ 2% ആണ് നമുക്ക് വന്നിരിക്കുന്നത് എന്നുള്ള. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന പോലെ നമുക്ക് മനം നോവുന്ന ഒരു കാര്യവും ഈ ടാരിഫിൽ വെച്ചില്ല, എക്സെപ്റ്റ് സെൻറ്റിമെൻറ്റഡ് ആയിട്ടുള്ള ഒരു കുഴപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം പൊതുവേ നമ്മുടെ പ്രേക്ഷകർക്കും എല്ലാവർക്കും നമുക്കും ഒക്കെ സംശയം തോന്നുന്ന ഒരു കാര്യം എന്താ? ഇപ്പം മെർക്കൻഡൈസ് ഗുഡ്സിൽ മാത്രമല്ലേ വെച്ചുള്ളൂ. നമ്മൾ എന്തൊക്കെയാണ് എക്സ്പോർട്ടും ഇമ്പോർട്ടും ചെയ്യണത്? ഗുഡ്സും ചെയ്യുന്നു, സർവീസും ചെയ്യുന്നു. ഗുഡ്സിൻ്റെ കാര്യത്തിലല്ലേ ചെയ്തുള്ളൂ, നാളെ സർവീസിൻ്റെ കാര്യത്തിൽ ചെയ്യോ? ഇനി അതാണോ വെറി? സ്വാഭാവികമായിട്ടും സർവീസിൻ്റെ കാര്യത്തിൽ ചെയ്യുമോ എന്നറിയില്ല ട്രംപ് എന്ന് പറയുന്ന പ്രസിഡന്റ്. ബട്ട് നമുക്കൊരു കാര്യം നമുക്ക് എന്താണ് സർവീസസിൻ്റെ കാര്യത്തിൽ നമുക്ക് ഏറ്റവും വലിയ പ്രോബ്ലം അവിടെയാണ് നമ്മുടെ മനസ്സിരിക്കുന്നത്. ഏതാ? സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ്, IT, അങ്ങനത്തെ ഒരു കാര്യങ്ങൾ. പിന്നെ ഡോക്ടേഴ്സ്, നേഴ്സസ്, ഹെൽത്ത് കെയർ സർവീസസ്. ഈ 2 കാര്യങ്ങളുമാണ് സർവീസസിൽ എന്തെങ്കിലും ടാരിഫ് വരികയാണെങ്കിൽ നമുക്ക് ഇമ്പാക്റ്റ് വരാൻ പോണേ എന്നുള്ള. പക്ഷേ നമ്മൾ അവിടെയും ഒരു ഫിഗേഴ്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ എത്രത്തോളം സർവീസസ് എക്സ്പോർട്ടാണ് US ചെയ്യുന്നത്? ഈ സോഫ്റ്റ്വെയറും ഫാർമയൊക്കെ ഉൾപ്പെടുത്തി മാൻ പവറും എല്ലാം കൂടെ ചേർന്ന് $41 billion. തിരിച്ച് അവരെത്രയാണ് നമുക്ക് എക്സ്പോർട്ട് ചെയ്യണമെന്നറിയോ? അവിടെയാണ് അതിൻ്റെ രസം. 80 to 85 billion ആൻഡ് ദാറ്റ് ഇൻക്ലൂഡ്സ് നെറ്റ്ഫ്ലിക്സ്, ഫേസ്ബുക്ക്, ഡിസ്നി, ആമസോൺ, ഗൂഗിൾ. അവരുടെ സർവീസിൽ ഈ ഡിജിറ്റൽ കമ്പനികളെല്ലാം കൂടെ ചേർത്ത് 80-85 billion, അതായത് ദേ ആർ ഹാവിങ് എ ട്രേഡ് സർപ്ലസ് ഓവർ ഇന്ത്യ ഇൻ സർവീസസ്. നമ്മൾ 40-45 ബില്യണേ അയക്കുന്നുള്ളൂ, അവിടെ നിന്ന് ഇങ്ങോട്ട് തരുന്ന 80-85 ബില്യൺ ആണ് എന്നുള്ള. അപ്പോൾ അതുകൊണ്ട് നല്ല ഈ പറയുന്ന പോലെ യൂട്യൂബിനൊക്കെ നല്ല റവന്യൂ കിട്ടുന്നത് നമ്മൾ തന്നെ ഈ വീഡിയോ എവിടെയാണ് എടുത്തിരുന്നത്? യൂട്യൂബ് അല്ലേ? ആ യൂട്യൂബ് തന്നെ ഈ പറയുന്ന പോലെ ഇന്ത്യയിൽ നിന്ന് ഉണ്ടാക്കുന്ന കാശ് വളരെ വലുതാണ് എന്നുള്ളതാണ്. ഓഫ് കോഴ്സ് യൂട്യൂബിൻ്റെയൊക്കെ ഗ്ലോബൽ സെയിൽസ് വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ സെയിൽസ് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. പക്ഷേ ട്രംപ് എന്ത് റീസൺ പറഞ്ഞിട്ടായിരിക്കും നമ്മുടെ മുകളിൽ ടാരിഫ് വയ്ക്കാൻ പറ്റില്ലല്ലോ. കാര്യം സർവീസിൻ്റെ കാര്യത്തിൽ ദേ ഹാവ് എ ട്രേഡ് സർപ്ലസ് ഓവർ ഇന്ത്യ ആൻഡ് ഇന്ത്യ ഈസ് ഹാവിങ് എ ട്രേഡ് ഡെഫിസിറ്റ് കമ്പയർഡ് ടു US എന്നുള്ള രീതിയിൽ തന്നെയാണ് എന്നുള്ള. ബട്ട് ഹാവിങ് സെഡ് ദാറ്റ് ഇതൊരു സെൻറ്റിമെൻറ്റ് ബൂസ്റ്റർ ആയിരിക്കും. തീർച്ചയായിട്ടും ഈ ട്രെയിൽ ഇതിൽ നടക്കുകയാണെങ്കിൽ സെൻറ്റിമെൻറ്റ് ബൂസ്റ്ററാണ്. ട്രംപിനെ പോലത്തെ പ്രസിഡന്റ് ഇരിക്കുമ്പോൾ ഈ പറയുന്ന പോലെ FISും FPIസും ഒന്ന് പേടിക്കും എന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ ട്രേഡ് ഫിഗേഴ്സ് വെച്ച് നോക്കുമ്പോൾ ടാരിഫ് നമ്മളെ ഭയങ്കരമായിട്ട് ഇമ്പാക്ട് ചെയ്തിട്ടില്ല. GDP നോക്കുമ്പോൾ 0.3 to 0.5%, കോർപ്പറേറ്റ് പ്രോഫിറ്റ് നോക്കുമ്പോൾ 2% താഴെയുള്ളൂ. ബട്ട് ഒരു കാര്യം കൂടെ, ഇനിയിപ്പോൾ ട്രംപിൻ്റെ നമ്മൾ ഈ പറഞ്ഞ കോടതി വിധിയെക്കുറിച്ചാണല്ലോ നമ്മൾ സംസാരിച്ചത്. ഇനിയിപ്പോൾ കോടതി വിധി എതിരാണെന്നും കൂടെ വിചാരിക്കുക. എതിരാണെങ്കിൽ ഈ IEPA എന്നുള്ള സെക്ഷനിൽ കീഴ്, അതായത് സെക്ഷൻ 232 എന്താ ഓഫ് ട്രേഡ് എക്സ്പാൻഷൻ ആക്ട് 1962 നാഷണൽ സെക്യൂരിറ്റി ഇഷ്യൂ വച്ചിട്ടുള്ള അത് മാത്രമേ ഈ കോടതി വിധി കൊണ്ട് മാറുന്നുള്ളൂ എന്നുള്ളത്. മറ്റുള്ള ടാരിഫ് ഉണ്ടല്ലോ, അതായത് ഈ നമ്മൾ
എന്താ പറയുക സ്റ്റീൽ പോലുള്ള സാധനങ്ങളിൽ വെച്ചിരിക്കുന്നത് ദാറ്റ് വിൽ സ്റ്റേ. അതായത് നമുക്കിപ്പോൾ ഒന്ന് ആലോചിക്കാം, നമ്മൾ ഏതാണ്ട് 80 ബില്യൻ്റെ എക്സ്പോർട്ട്സ് ഉണ്ടെന്ന് വിചാരിക്കാം. അതിൻ്റെ 10% എന്ന് പറയുന്നത് 8.3 ബില്യൺ ആണല്ലോ. ദാറ്റ് ഈസ് ഹിയർ ടു സ്റ്റേ. അപ്പോൾ ഇനിയിപ്പോൾ എടുത്തു കളഞ്ഞാൽ പോലും ഈ 83 ബില്യൺ അല്ലെങ്കിൽ 80 ബില്യൺ എക്സ്പോർട്ട്സിലെ 10%, അതായത് 8.3 ബില്യൺ എന്തായാലും കോടതി വിധിയിൽ ട്രംപിന് എഗെയിൻസ്റ്റ് വന്നാലും അത് നിലനിൽക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാര്യം 8.3 ബില്യൺ എന്താ, അതിൽ ഓട്ടോസ് 3.9 ബില്യൺ വരും, പിന്നെ സ്റ്റീൽ ഏതാണ്ട് USD 2.5 ബില്യൺ വരും, പിന്നെ അലൂമിനിയം ഏതാണ്ട് USD 800 മില്യൺ വരും, പിന്നെ ബാക്കിയുള്ള ടിമ്പർ, കോപ്പർ, ഇൻഡസ്ട്രിയൽ അത് വെഹിക്കിൾസ് ഇതെല്ലാം കൂടെ ചേർന്ന് ബാക്കിയുള്ള ശതമാനം. ഇത്രയും കാര്യങ്ങൾ ഒന്നും ഈ പറയുന്ന പോലെ ഈ കോടതിയുടെ വിധിയുടെ പ്രിമൈസസിലുള്ളതല്ല. ഇത് വേറെ ആക്ട് കൊണ്ടാണ് ഇത് വന്നേക്കുന്നത്. അപ്പോൾ 10% എന്തായാലും ഇമ്പാക്റ്റ് ആവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നുള്ളതാണ്. ബട്ട് ഈ ഐപ്പയുടെ കേസിലുള്ള ആ ഒരു കോടതി വിധി അനുകൂലമായിട്ട് വരികയാണെങ്കിൽ ഈ നമ്മുടെ അക്വാകൾച്ചർ, സീ ഫുഡ് എക്സ്പോർട്ട്, പിന്നെ ഈ പറഞ്ഞ പോലെ ലെതർ ഗുഡ്സ്, പിന്നെ ടെക്സ്റ്റൈൽസ്, ഈ കാര്യങ്ങൾക്ക് ഒന്ന് ബെനിഫിഷ്യൽ ആയിട്ട് വരും എന്നുള്ള രീതിയിൽ കോടതി വിധി എതിരായാലും താരിഫ് നടപ്പാക്കാൻ ട്രംപിന് വേറെയും ചില വഴികളുണ്ട് എന്നാണ്. ഇപ്പൊ 10% എന്തായാലും ഓട്ടോമാറ്റിക് റൂട്ടിൽ തന്നെ അഫക്റ്റഡ് ആണ്. ബാക്കി 90% ഈ പറയുന്ന പോലെ ഈ എന്താ നമുക്ക് എന്താ പറയുക ട്രംപ് വേറെ എന്തെങ്കിലും മാർഗ്ഗങ്ങൾ നോക്കും എന്നുള്ള. ഇപ്പം നമ്മളിപ്പോൾ നോക്കൂ, വെനിസ്വേലയും ക്യൂബയും തമ്മിൽ നല്ല ബന്ധമായിരുന്നു. വെനിസ്വേല ഏറ്റെടുത്തതിന് ശേഷം ക്യൂബയിലേക്കുള്ള ഓയിലും ഫണ്ട്സും ട്രംപ് സ്റ്റോപ്പ് ചെയ്യുകയാണ്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ മര്യാദയ്ക്ക് ഞങ്ങളുടെ പറയുന്ന രീതിയിലേക്ക് ഒരു ട്രേഡ് ഡീൽ സൈൻ ചെയ്യൂ. ക്യൂബ ഇതുവരെ സൈൻ ചെയ്തില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ക്യൂബയെ ഇൻഡയറക്ട്ലി പ്രഷറൈസ് ചെയ്യണം. അതേപോലെ തന്നെയാണ് ഇന്ത്യയും വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അതിനകത്ത് രസകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ Q3 ഞാനൊന്ന് അനലൈസ് ചെയ്ത് വെച്ചിരുന്നു. അതായത് നമ്മൾ ഇനിയിപ്പോൾ റിസൾട്ട് വരുന്ന കാരണം അപ്പോൾ ചെറുതായിട്ട് ഞാനൊന്ന് പറഞ്ഞു പോവാം. Q3 റിസൾട്ട്സ് വന്നു തുടങ്ങും എന്നുള്ളതാണ് ഒരു കാര്യം ശ്രദ്ധിക്കുക. വലിയ രീതിയിലുള്ള ഒന്നും ഞാനും എക്സ്പെക്ട് ചെയ്യുന്നില്ല, ബ്രോക്കറേജും എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് അനദർ ക്വാർട്ടർ ഓഫ് എ സബ്ഡ്യൂഡ് വീക്കല്ല, സബ്ഡ്യൂഡ് ഏർണിങ്സ് എന്നുള്ളത്. ഇത്രയും നാൾ 3 to 5% ആണെങ്കിൽ അത് ചിലപ്പോൾ ഒരു 5 to 7% ആവും എന്നല്ലാതെ വലിയൊരു എക്സ്പാൻഷൻ ഒന്നും Q3 റിസൾട്ട്സിൽ കാണുന്നില്ല. എസ്പെഷ്യലി ഫോർ IT കമ്പനീസ് അല്ല, ഞാൻ പൊതുവേ നോക്കുകയാണെങ്കിൽ മാർജിൻ എക്സ്പാൻഷൻ ഒക്കെ ചെറുതായിട്ടുണ്ടാവും. ചെറിയ രീതിയിൽ 3 to 5% എന്നുള്ള അടുത്തുനിന്ന് ഏർണിങ്സ് ചെറിയ രീതിയിൽ വല്ല 6 or 7 ഒക്കെ ആയിട്ട് കൂടാവും, മാർജിൻ എക്സ്പാൻഷനും ഉണ്ടാവും. ബട്ട് ഈവൻ ദെൻ നമ്മൾ നോക്കുകയാണെങ്കിൽ EPS FY26 EPS എസ്റ്റിമേറ്റ് വരുന്നത് എത്ര, 1072 രൂപയാണ്. ആ പറഞ്ഞ പോലെ നിഫ്റ്റിയുടെ ഇൻഡെക്സിൻ്റെ EPS എസ്റ്റിമേറ്റ് 2026 എക്സ്പെക്ട് ചെയ്യുന്നു. 2027 ഒരു നിയർലി ഒരു 18 to 20% അപ്പ് ഉണ്ട്. അതായത് 1267, അതായത് 2027 ആയിരിക്കും കുറച്ചുകൂടി എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ ഈ വരാൻ പോണ ഫിനാൻഷ്യൽ ഇയർ കേട്ടോ, അവിടെ ആയിരിക്കും നല്ലതായിട്ട് വരണം എന്നുള്ള. അപ്പോൾ 26,000 ആണ് നിഫ്റ്റിയുടെ ലെവലെങ്കിൽ ആ നിഫ്റ്റി ലെവലിനെ EPS FY26 EPS കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ, അതായത് 1072 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ നിഫ്റ്റിയുടെ PE എന്ന് പറയുന്നത് 24.2, വിച്ച് ഈസ് ഓൺ ദ കോസ്റ്റ്ലിയർ സൈഡ്. അതാണ് അതിനകത്തുള്ള പ്രശ്നം. അതുകൊണ്ടാണ് മാർക്കറ്റ് ഇപ്പോഴും കോസ്റ്റ്ലി ആണെന്ന് നമ്മൾ പറയുന്നത്. എന്നാൽ 2027 EPS ആണ്, അതായത് 1267 ആണ്. 26,000 എന്ന് പറയുന്ന നിഫ്റ്റി ലെവലിൽ നിന്ന് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ ഏതാണ്ട് PE 18 to 20 PE, വിച്ച് ഈസ് വെരി ഫെയർ. അതായത് വലിയ രീതിയിൽ കോസ്റ്റ്ലി ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. 18 തൊട്ട് 20%, അതായത് ഒരു കൊല്ലത്തെ അഡ്വാൻസ് വെച്ച് നോക്കുമ്പോൾ മാർക്കറ്റ് വലിയ കുഴപ്പമില്ല എന്ന് നമുക്ക് തോന്നിയേക്കാം എന്നുള്ളതാണ്. ഇനിയിപ്പോൾ നമ്മൾ സെക്ടർ രീതിയിൽ ചെറുതായിട്ടൊന്ന് നോക്കുകയാണെങ്കിൽ ബാങ്ക്സ് ഒരു സർപ്രൈസ് ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല, ഒരു ക്വയറ്റ് ക്വാർട്ടർ ആവാനാണ് ചാൻസ് ഫിനാൻഷ്യൽസിൽ. എന്നാൽ NBFC കുറച്ച് ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട്, പ്രത്യേകിച്ച് വെഹിക്കിൾ ഫിനാൻസിങ് കമ്പനീസ്, നമുക്കറിയാലോ ഈ GST കാരണം വെഹിക്കിൾ സെയിൽ നന്നായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അത് ഹൗസിംഗ് ഫിനാൻസ് കമ്പനീസും നല്ല റിസൾട്ട് കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. സ്റ്റേപ്പിൾസ് ഒന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ ഡിമാൻഡ് ഒന്ന് ചെറുതായിട്ട് ഇൻക്രീസ് ചെയ്ത് സാധാരണ ബ്രോക്കറേജസ് ഒക്കെ ഒന്ന് ബിൽറ്റ് ഇൻ ചെയ്തിരിക്കുന്ന ഒരു 7% ഗ്രോത്ത്, ഭേദപ്പെട്ട ഒരു ഗ്രോത്ത് സ്റ്റേപ്പിൾസിൽ വരാൻ ചാൻസ് ഉണ്ടെന്നാണ്. റീറ്റെയിൽ എഗെയിൻ എക്സ്പെക്റ്റഡ് ടു ബി സബ്ഡ്യൂഡ് എന്നാണ് എനിക്ക് തോന്നുന്നു. ജുവലറി, കേബിൾസ് ആൻഡ് വയേഴ്സ്, ഇലക്ട്രിക്കൽ കേബിൾസ് ആൻഡ് വയേഴ്സും ജുവലറിയും മാറ്റി വെച്ച് കഴിഞ്ഞാൽ റീറ്റെയിൽ സബ്ഡ്യൂഡ് ആയിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. ജുവലറിയും മറ്റേ കേബിൾസ് ആൻഡ് വയേഴ്സും നന്നായിട്ട് ബെറ്റർ പെർഫോമൻസ് ആവാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് ബ്രോക്കറേജ് എസ്റ്റിമേറ്റ്. ഓട്ടോ നോക്കുകയാണെങ്കിൽ ബെറ്റർ ഏർണിങ്സ് എക്സ്പെക്റ്റഡ് ആണെന്നുള്ളത് നമുക്കറിയാം. IT pretty much flat ആയിരിക്കും, എസ്പെഷ്യലി ഈ പറഞ്ഞ പോലെ ലാർജ് ക്യാപ്പ് IT നിഫ്റ്റി കമ്പനീസിന്. മിഡ് ക്യാപ്പ് Tier 2 Tier 3 കമ്പനീസിന് കുറച്ചുകൂടി ബെറ്റർ ആവാനുള്ള ചാൻസ് ഉണ്ട്. അത് ബെറ്റർ ആവുന്നതല്ല, ഞാൻ പറഞ്ഞില്ല ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണല്ലോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. വലിയ സൈസുള്ള കമ്പനിയിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൻ്റെ ആ ഒരു റവന്യൂ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്
ഒരു വലിയ ഭേദപ്പെട്ട പെർസെൻറ്റേജ് റിസൾട്ടിൽ കാണിക്കില്ല. കാര്യം ഓൾറെഡി അത് വലിയ സൈസാണ്. അതിലേക്ക് പുതിയതായിട്ടൊരു സാധനം കോൺട്രിബ്യൂട്ട് ചെയ്യണ വലിയതായിട്ട് ഇമ്പാക്റ്റ് ടോട്ടലായിട്ട് ഏർണിങ്സ് കാണിക്കില്ല. എന്നാൽ ആ ഇമ്പാക്റ്റ് നല്ല രീതിയിൽ ചെറിയ കമ്പനി, കാര്യം ചെറിയ കമ്പനിയുടെ സെയിൽസ് വളരെ ചെറുതാണ്, അതിലേക്ക് ഒരു പുതിയൊരു റവന്യൂ ഒന്ന് കയറുമ്പോൾ പെർസെൻറ്റേജ് ടേംസിൽ അത് ഹയർ ആയിട്ട് തോന്നിയേക്കാം. അതായിരിക്കും IT-യുടെ കാര്യം. പിന്നെ ഫാർമ കമ്പനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഡൊമസ്റ്റിക് ബിസിനസ് നല്ലതാണെങ്കിലും ഈ പറയുന്ന പോലെ US സെയിൽസ് കുറച്ച് ഫ്ലാറ്റ് ആയിട്ടുള്ളതുകൊണ്ട് മേ ബി അവിടെയും ഒരു ട്രിഗർ വരാൻ ചാൻസ് ഇല്ല. സിമെൻറ്റ് എഗെയിൻ വീക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. എക്സെപ്ഷൻ മേ ബി മാനേജ്മെൻറ്റ് ടോക്സ് നോക്കുകയാണെങ്കിൽ അൾട്രാടെക് സിമെൻറ്റും JK സിമെൻറ്റ്, ഇതൊന്നും റെക്കമെൻഡേഷൻ അല്ല, അവരുടെ ഭേദപ്പെട്ട ഒരു ഗൈഡൻസ് ആണ്. അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ സിമെൻറ്റ് കമ്പനീസിന് ഗുണകരമായിട്ട് കാണുന്നില്ല. എനർജി മേ ബി ബെറ്റർ ഫോർ റിലയൻസ് ഇൻഡസ്ട്രീസ് ആൻഡ് ഫ്യൂ OMCs, എല്ലാ OMCസും ഇല്ല. അത് ഓരോ ഇൻഡിവിജ്വൽ ബിസിനസ്സിൻ്റെ ഒരു ചെറിയൊരു എഫക്റ്റ് അവിടെ വരാനുള്ള, അതുകൊണ്ട് മിക്സഡ് ആയിരിക്കും ഈ എനർജി കമ്പനീസിൻ്റെ. മെറ്റൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നോൺ ഫെറസ് മെറ്റൽ ഈ പറയുന്ന പോലെ ഭേദമായിട്ട് വന്നേക്കാം. ബട്ട് അതിൽ നോൺ ഫെറസ് മെറ്റൽ എന്ന് പറഞ്ഞാൽ ഈ അയൺ ഇല്ലാത്ത, അപ്പോൾ നമ്മളേതാ ഈ സ്റ്റീല്, സിങ്ക്, അലൂമിനിയം, കോപ്പർ ഇങ്ങനത്തെ സാധനങ്ങളാണ്. അതിൽ സ്റ്റീൽ മിക്കവാറും നോൺ ഫെറസിൽ സ്റ്റീൽ ഒന്ന് മോശമാവാനുള്ള ചാൻസ് ഉണ്ട്. ഫണ്ടമെൻ്റൽസ് ആ സെക്ടറിനെ ഹെൽപ്പ് ചെയ്തിരുന്നില്ല എന്നുള്ള. ബട്ട് ഡാർക്ക് ഹോഴ്സ് എവിടെയെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇൻഡസ്ട്രിയൽസിലായിരിക്കാം വരുന്നത്. ഇൻഡസ്ട്രിയൽ ഒരു ഡബിൾ ഡിജിറ്റ് ഏർണിംഗ് ഗ്രോത്ത് വരാനുള്ള ചാൻസ് ഉണ്ട്. Q2 ഏതാണ്ട് 9% ഗ്രോത്ത് ഇൻഡസ്ട്രിയിൽ കാണിച്ചു. ഗവൺമെൻറ് ക്യാപെക്സ് ഒക്കെ കാരണം Q3യിലും അത് നടക്കും. അത് ഏതാണ്ട് 13-14% ആവാനുള്ള ചാൻസ് ഉണ്ട്. ബ്രോക്കറേജ് കൺസെൻസസ് ആയിട്ടുള്ള വ്യൂ നോക്കുകയാണെങ്കിൽ ബ്രോക്കറേജ് വ്യൂസ് ആണ് നമ്മുടെ എല്ലാ പോസിറ്റീവായിട്ടുള്ള സർപ്രൈസസ്. ഏതൊക്കെ റിസൾട്ടിലാണ് നിഫ്റ്റി കമ്പനീസിൽ ഒരു സർപ്രൈസസ് Q3യിൽ വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോസിറ്റീവായിട്ട് വരാവുന്ന സർപ്രൈസ് മാരുതി, HDFC ബാങ്ക്, ബ്രിട്ടാനിയ, പോളിക്യാപ്, ഇറ്റേണൽ അതായത് സൊമാറ്റോ. നെഗറ്റീവ് സർപ്രൈസ് വരാൻ പോകുന്ന കമ്പനികൾ സാധാരണ പറയുന്നത് ABB, പിന്നെ അംബുജ സിമെൻറ്റ്സ്, ജിൻഡാൽ സ്റ്റീൽ ആൻഡ് പവർ, LTI മൈൻ 3 അതൊക്കെയാണ് അവർ പറയുന്നത്. Q3 നമ്മൾ നെറ്റ് എഫക്റ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഒരു സബ്ഡ്യൂഡ് ക്വാർട്ടർ തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. Q4 ആകൊണ്ട് തൊട്ടായിരിക്കാം ചിലപ്പോൾ നമുക്കൊരു ഏർണിങ്സിന്, അതായത് ലോവർ ബേസ് എഫക്റ്റ് കിടക്കാൻ 2025 ആ ഒരു റിസൾട്ടിൻ്റെ ബേസ് കിടക്കാണല്ലോ, അതിൻ്റെ മുകളിൽ ചിലപ്പോൾ ഇത് വന്നേക്കാം, ബെറ്റർ റിസൾട്ട് വന്നേക്കാം. Q3 ഒരു വാഷ് ഔട്ട് ആയിരിക്കാം. ബട്ട് എവിടെയെങ്കിലും ഒരു പോസിറ്റീവ് കാണുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് നിഫ്റ്റി ഗോൾഡ് റേഷ്യോ. നിഫ്റ്റി ഗോൾഡ് റേഷ്യോ അങ്ങനെ ഒരു റേഷ്യോ നമ്മളൊക്കെ തന്നെ ഉണ്ടാക്കുന്ന ഒരു റേഷ്യോ ആണ് ലോകത്ത്. അത് വലിയ എപ്പോഴും സാധാരണ നടക്കാറുണ്ട്. ഹിസ്റ്ററി ഹാസ് ഷോൺ ദാറ്റ് ഇറ്റ് വർക്ക്സ് എന്നുള്ളതാണ് അതിനകത്ത് പ്രത്യേകമായിട്ടുള്ള കാര്യം. 1.9 ടൈംസ് ആണ് നിഫ്റ്റി ടു ഗോൾഡ് റേഷ്യോ എന്ന് പറയുന്നത്. സാധാരണ 2-ന് താഴെയാണെന്നുള്ള ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദർ വിൽ ബി എ മൂവ്മെൻറ്റ് ഇൻ നിഫ്റ്റി എന്നുള്ളതാണ് ഒരു സേവിങ് ഗ്രേസ് അവിടെ വരണമെന്നുള്ള. ബട്ട് ഈവൻ ദെൻ അതൊക്കെ വരുന്നതിന് മുമ്പേ തന്നെ നമുക്ക് ഈ പറയുന്ന പോലെ ഇന്നും മാർക്കറ്റ് നെഗറ്റീവാണ്. ഇന്നത്തെ ക്ലോഷർ ഒന്ന് സൂക്ഷിച്ചൊന്ന് വാച്ച് ചെയ്യണം. 150 പോയിൻറ്റ്സ് 200 പോയിൻറ്റ്സ് നിഫ്റ്റി താഴെയാണ് ക്ലോസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ മാർക്കറ്റിലുള്ള എല്ലാ ടെക്നിക്കൽ അനലിസ്റ്റുകളുടെയും കാൽക്കുലേഷൻസ് തെറ്റും. ആ പേജൊക്കെ കീറിക്കളയേണ്ടി വരും, പുതിയതായിട്ട് എഴുതേണ്ടി വരും എന്നുള്ളതാണ്. ഇന്നത്തോടുകൂടി മാർക്കറ്റ് കൺഫ്യൂഷനിലേക്ക് പോവാം. അഥവാ ഇനി ഉച്ചയ്ക്ക് ശേഷം മാർക്കറ്റ് ഇവിടുന്ന് റിക്കവർ ചെയ്യുകയാണെങ്കിൽ ദെൻ ഈ ഗോൾഡ് നിഫ്റ്റി റേഷ്യോ എന്ന് പറയുന്നത് വർക്കൗട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇതായിരിക്കാം പോസിബിലിറ്റി. ബട്ട് ഈവൻ ദെൻ ഒറ്റ കാര്യത്തോട് പറഞ്ഞ് നമുക്ക് ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് അവസാനിപ്പിക്കാം. മിസ്റ്റർ ട്രംപ്, വി ഡു ഹാവ് എ ലോട്ട് ഓഫ് റെസ്പെക്ട് ഫോർ യു. ബട്ട് ഈ വക സന്ദർഭങ്ങളിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഇതൊക്കെ അതിജീവിച്ച് വന്നതാണ് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് എനിക്ക്, അതായത് മൈഫിൻ്റെ ഡെസ്കിൽ നിന്ന് ഞാൻ ഉറപ്പായിട്ടും പറയാം, എനിക്ക് ഏറ്റവും കൂടുതൽ ബഹുമാനം ഇന്ത്യൻ പൊളിറ്റിക്കൽ ക്ലാസ്സിനെയാണ്. ഒപ്പോസിഷനൊക്കെ വളരെ മെച്യൂറായിട്ട് പെരുമാറി. കാര്യം ഫാർമേഴ്സിൻ്റെ കാര്യത്തിൽ നമുക്കൊക്കെ നഷ്ടം വരും, മാർക്കറ്റിൽ പൈസ പോകും, വെൽത്ത് ഡിസ്ട്രക്ഷൻ നടക്കുന്നൊക്കെ ആണെങ്കിലും പാവപ്പെട്ടവരെ ചവിട്ടിക്കൊണ്ട് നമുക്കൊരു ജീവിതം വേണ്ട എന്നുള്ളത് ഇന്ത്യ വീണ്ടും അറിയിച്ചുകൊണ്ടിരിക്കണം. ബട്ട് വൺ ഡേ യു വിൽ ഹാവ് ടു സൈൻ ദ ഡീൽ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. സർ, നമുക്കേതായാലും ഇന്നത്തെ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. ഏതായാലും ഇവിടെ സംസാരിച്ചിരിക്കുന്ന സ്റ്റോക്കുകളൊന്നും തന്നെ ഒരു അഡ്വൈസോ റെക്കമെൻഡേഷനോ അല്ല, ഇൻഫർമേഷൻ പർപ്പസ് മാത്രമാണ് എന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. ഏതായാലും വരുന്ന മണിക്കൂറിൽ ഞങ്ങളുടെ റിസർച്ച് ടീം കൂടുതൽ അപ്ഡേറ്റ്സും അനാലിസിസും ഒക്കെ ആയിട്ട് നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യും. സ്റ്റേ ട്യൂൺഡ്. Opening hours with MyFin.